ഓക്കെ. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ് കാണുന്നുണ്ട്. വോയിസ് ഓക്കെ അല്ലേ? വോയിസ് നേരത്തെ കുറേ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഓക്കെ. ഓക്കെ അല്ലേ? വോയിസ് ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. സ്ട്രെസ് മാനേജ്മെന്റ് ആണ് നമ്മുടെ വിഷയം അല്ലേ? എക്സാം എക്സാം എന്നാണെന്ന് പറഞ്ഞു. ആരോ പറഞ്ഞല്ലോ നേരത്തെ. എക്സാം എന്നാണ് വരുന്നത്? ഫെബ്രുവരി ഉണ്ടാന്ന് ആരോ പറഞ്ഞു. ഫെബ്രുവരി അല്ലേ? അല്ല, എക്സാമിന് ടൈം വന്നില്ലേ? ടൈം വന്നിട്ടുണ്ടല്ലോ. ടൈംടേബിൾ വന്നിട്ടുണ്ട്. അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ് 14/3 മാർച്ചിലല്ലേ? 4/3. മാർച്ച് 14 ആ, അതെ അതെ. ഞാൻ കുറച്ച് മുമ്പ് നോക്കിയിരുന്നു. അപ്പൊ മാർച്ചിലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിലാണെന്ന് പറഞ്ഞപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങളെല്ലാരും. ഓക്കെ. എനിവേ നമുക്ക് നമ്മുടെ ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് സ്ട്രെസ് ആൻഡ് സ്ട്രെസ്സേഴ്സ്. നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ട്രെസ് അനുഭവിക്കാറുണ്ട് അല്ലേ? നമ്മുടെ ലൈഫിലെ ഡിഫറെന്റ് സിറ്റുവേഷനിൽ നമ്മൾ സ്ട്രെസ് അനുഭവിക്കാറുണ്ട്. അങ്ങനെ സ്ട്രെസ് നമ്മൾ അനുഭവിക്കാറുള്ള കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ചില സിറ്റുവേഷൻസ് നമ്മൾ വന്നാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആണെന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? എന്തെങ്കിലും അസുഖം വന്നാലും അസുഖം വന്നാൽ സ്ട്രെസ് ആവും. പിന്നെ നിങ്ങളെല്ലാരും പറയട്ടോ, അല്ലാതെ ഞാൻ അത് മാത്രം സംസാരിക്കുന്നവരത്. എല്ലാരും ഇവിടെ ഇല്ലേ? എക്സാം വന്ന ആണ്. എക്സാം വന്നാൽ സ്ട്രെസ് ആവും. ഓക്കെ. അതെ. അപ്പൊ എല്ലാരും ഇപ്പൊ ഭയങ്കര സ്ട്രെസ്സിലേക്കും അല്ലേ? പറയാനുണ്ടോ? ഏനാ സൂര്യ എന്തോ പറഞ്ഞു, കേട്ടില്ല. ഇപ്പൊ ഭയങ്കര സ്ട്രെസ്സാണ്. അതെ, ഇപ്പൊ ഫുള്ള് സ്ട്രെസ്സാണ്. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഭയങ്കര സ്ട്രെസ് ആണല്ലേ? വായിക്കാനും പഠിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല. അപ്പൊ സ്ട്രെസ്സാണ്. എക്സാമിന്റെ ടൈം ടേബിൾ കാണുമ്പോ സ്ട്രെസ്സാണ്. അതെ, എക്സാം ഇപ്പൊ ഒരു കാരണമാണ്. പിന്നെ വേറെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പോ നമ്മള് എക്സാം നമ്മളിലേക്ക് അടുത്ത് വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാകും. അതേപോലെ ഒരുപാട് വർക്ക് ലോഡ് വന്നാല് നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ നാളേക്ക് എന്ത് ചെയ്യണം? എല്ലാം ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയണേ, ഇപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത വിഷയം ഉണ്ടല്ലോ, എടുക്കുന്ന വിഷയം സ്ട്രെസ് മാനേജ്മെന്റ്. ഞാൻ നിങ്ങളോട് പറയണത് സ്ട്രെസ് മാനേജ്മെന്റ് ആ ഒരു ബുക്ക് മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നാളേക്ക് ഫുള്ളായിട്ട് നിങ്ങൾ പഠിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടാവും? നിങ്ങൾക്ക് സ്ട്രെസ് വരും അല്ലേ? അങ്ങനെ ഒരുപാട് ചിലപ്പോൾ ചില കമ്പനീസ് എന്ത് ചെയ്യും? ഇന്ന ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന എല്ലാ വർക്ക്സും എല്ലാ പ്രൊജക്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാവും. അതേപോലെ ഇനി നമ്മൾ കാര്യപ്പെട്ട എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് വഴിയിൽ ഫുള്ള് ബ്ലോക്ക്. ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? ഉണ്ട് ഉണ്ട്. ഡ്യൂട്ടിക്ക് കറക്റ്റ് എത്താൻ പറ്റൂല. അപ്പം അതെ ഭയങ്കര സ്ട്രെയിൻ ആണ്. അയ്യോ, ടൈം പോയി വിചാരിക്കും. അതെ അതെ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ബസ്സില്, അതായത് നമ്മൾ കാര്യപ്പെട്ട എവിടേക്കെങ്കിലും ബസ്സിൽ പോകാൻ നിൽക്കുമ്പോൾ ബസ് തീരെ കാണില്ല അല്ലേ? അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ എപ്പോഴും കാണാം ബസ് ഇങ്ങനെ പോകുന്നു, പക്ഷെ നമ്മൾ എവിടേക്കെങ്കിലും പോവാൻ നിന്നാല് ബസ് തീരെ വരാതിരിക്കുക അല്ലേ? അതെ. ഓക്കെ. അപ്പൊ അത് എന്താണ്? അങ്ങനെ ഡിഫറെന്റ് സിറ്റുവേഷൻസ് നമുക്ക് എന്തുണ്ട്? ഉണ്ട്. ഇതൊക്കെ നമ്മളെ സ്ട്രെസ്സിലേക്ക് നയിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? സ്ട്രെസ് നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ആണ്. ഇനി ഒരു ഉദാഹരണം ഇപ്പോ ഇതൊരു വേറെ ഇതിലൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇപ്പോ ഇതില് പറയണേ ആരെങ്കിലും ഒരാള് ഇപ്പോ ഉദാഹരണം സൂര്യ എന്ത് ചെയ്യാണ്?
വയനാട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ വയനാട് പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് ഒരു ആന മുമ്പിലേക്ക് വരാണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് അല്ലെ? അപ്പൊ സൂര്യ എന്താ ചെയ്യാ? ഏ ഞാനോ? ആ കേട്ടില്ല, പറഞ്ഞു കേൾക്കുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. കട്ടാവുന്നുണ്ട്. ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കട്ടായിട്ടാ കേൾക്കണേ. എല്ലാവർക്കും അങ്ങനെയാണോ അതോ സൂര്യക്ക് മാത്രാണോ ആ ഇടക്ക് ബ്രേക്ക് വരുന്നുണ്ട് വോയിസ്, ബ്രേക്ക്? ഇടക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞാല് നമ്മള് സൂര്യ എന്താണ്, സൂര്യ കേൾക്കുന്നില്ലേ? സൂര്യ നമ്മൾ പറഞ്ഞു പോയി. ഓ കേട്ടോ. ഓക്കെ. അപ്പൊ സൂര്യ എന്ത് ചെയ്യാണ്, വയനാട് ചുരത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു വെക്കേഷനിലാണ് കുട്ടികളും. വയനാട് ചുരത്തിലേക്ക് ഇങ്ങനെ പോകുന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ആന മുമ്പിലേക്ക് വരികയാണ്. അപ്പൊ എന്താണ് ഉം. ഫീൽ ചെയ്യാ? എന്താ ഉണ്ടാവുക? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പേടിക്കും. അറിയുന്നില്ല. അപ്പൊ എന്താ ചെയ്യാ? ഉം. അവിടെ കുറച്ചേരം സ്റ്റക്കായി നിൽക്കും. സ്റ്റക്കായി നിൽക്കും അല്ലേ? ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ? ഷിവറിങ് വരും, ഷിവറിങ് വരും. പിന്നെ വിയർക്കും. ഉം. ഹേർട്ട് ബീറ്റ് കൂടും അല്ലേ? പിന്നെ നമുക്ക് അത് അതെ. അപ്പൊ എന്ത് ചെയ്തു, സ്ട്രെസ്സിനെ കുറിച്ച് ഫസ്റ്റ്ലി ആയിട്ട് കുറെ സ്കോളേഴ്സ് എന്തുണ്ട് സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവരൊക്കെ ഫോക്കസ് ചെയ്യുന്ന വെച്ചാല് ഒരു സ്ട്രെസ്സർ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു സ്ട്രെസ്സർ അല്ലെ? സ്ട്രെസ്സർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം, അതിനാണ് നമ്മൾ സ്ട്രെസ്സർ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ എക്സാം ഒരു സ്ട്രെസ്സറാണ്. അതേപോലെ ഒരുപാട് വർക്ക്സ് അതൊരു സ്ട്രെസ്സറാണ്. അതേപോലെ ഒരു ട്രാഫിക് അത് നമുക്ക് എന്താണ് ഒരു സ്ട്രെസ്സറാണ്. അതുപോലെ നമ്മൾ ആന കാണുന്നു, അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ എന്താണ് സ്ട്രെസ്സറാണ്. അപ്പോൾ ആദ്യമുള്ള ഈ സ്ട്രെസ്സിലുള്ള സ്കോളേഴ്സ് അവര് കൂടുതൽ ഫോക്കസ് ചെയ്തത് ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് അതിനെക്കുറിച്ചായിരുന്നു. മുമ്പുള്ള ഫസ്റ്റ് സ്കോളേഴ്സ് സ്ട്രെസ്സിനെ കുറിച്ച് പഠിച്ചപ്പോയും അവര് അതിൽ റിസർച്ച് നടത്തിയപ്പോയും അവര് ചെയ്തത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? ഹാൻസ് സെല്ലിയെ ആര് കേട്ടിട്ടുണ്ടോ മുമ്പ് എവിടെയെങ്കിലും സൈക്കോളജിയിൽ? ഹാൻസ് സെല്ലിയെ കേട്ടവരുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഇല്ല. അപ്പൊ ഹാൻസ് സെല്ലിയാണ് ഫാദർ ഓഫ് സ്ട്രെസ് റിസർച്ച് എന്നറിയപ്പെടുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ ഒരു പോയിന്റ്. ഹാൻസ് സെല്ലിയാണ് ഫാദർ ഓഫ് സ്ട്രെസ് റിസർച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു എൻഡോക്രിനോളജിസ്റ്റ് ആണ്. എൻഡോക്രിനോളജിസ്റ്റ് എന്താണെന്നറിയോ? അറിയില്ലേ? എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ച് അതിൽ കൂടുതൽ പഠിച്ച ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നടത്തിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഫാദർ ഓഫ് സ്ട്രെസ് റിസർച്ച് എന്നറിയപ്പെടുന്നത്. സ്ട്രെസ്സിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സ്ട്രെസ്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോൺ സ്പെസിഫിക് റെസ്പോൺസ് ഓഫ് ദി ബോഡി ടു എക്സ്റ്റേണൽ ഡിമാൻഡ്സ്. അവിടെ കേൾക്കുന്നില്ലേ? നിങ്ങൾ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ പറയണം കേട്ടോ. കേൾക്കുന്നുണ്ട് മാഷ. ഓക്കെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ. അപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ച് ഹാൻസ് സെല്ലിയ ഡിഫൈൻ ചെയ്ത് പറഞ്ഞത് സ്ട്രെസ് എന്നുള്ളത് നോൺ സ്പെസിഫിക് റെസ്പോൺസ് ഓഫ് ദി ബോഡി ടു എക്സ്റ്റേണൽ ഡിമാൻഡ്സ്. ഇപ്പം നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞു ഒരു ആന വരുന്ന സിറ്റുവേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടി അറിയുന്നില്ല, അതൊരു എക്സ്റ്റേണൽ ഡിമാൻഡാണ്. ആ ഇതിനോടുള്ള നമ്മുടെ ബോഡിയുടെ ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഈ നോൺ സ്പെസിഫിസിറ്റി എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഏത് സ്ട്രെസ്സേഴ്സ് നമ്മിലേക്ക് വന്നാലും ഒരേ ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസാണ് നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ആനയെ ഒരാൾ കാണുന്നു, അതേപോലെ വേറൊരാളും കാണുന്നു. അപ്പോൾ ഇവർ രണ്ടിലും ഉണ്ടാകുന്ന റെസ്പോൺസ് ഫിസിയോളജിക്കൽ ശാരീരികപരമായിട്ടുണ്ടാകുന്ന അവരുടെ റെസ്പോൺസ് എന്നുള്ളത് അത് സെയിം ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്താണ് ഹാൻസ് സെല്ലിയ സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്തത്? മനസ്സിലായില്ലേ? 1936 അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത്? സ്ട്രെസ്സിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഡിമാൻഡ്, അതിനോടുള്ള നമ്മുടെ ബോഡിലി റെസ്പോൺസ് ആണ്. നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബോഡിലി റെസ്പോൺസ് ആണ് സ്ട്രെസ് എന്നുള്ളത്. ഇനി 1950 ഒക്കെ ആവുമ്പോൾ അദ്ദേഹം ഒന്നും കൂടെ എലോബറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ട്രെസ്സിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം
ആദ്യം അന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1950 ആയപ്പോൾ അദ്ദേഹം ഈ എക്സ്റ്റേണൽ ട്രിഗേഴ്സ് ആ ഒരു ബേസിൽ മാത്രമല്ല, പുറമെ ഉള്ള നമ്മൾ കാണുന്നു, അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, അത് മാത്രമല്ല നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചേഞ്ചസ്, ഓർഗാനിസംസ് റെസ്പോൺസ് ടു ദോസ് ഡിമാൻഡ്സ്, ആ ഒരു സ്ട്രെസ്സേഴ്സ്. ഇപ്പോൾ ആണിനെ കണ്ടു, നമ്മളൊരു ഉദാഹരണം പറഞ്ഞു, അപ്പൊ അതിനോട് നമ്മൾ കാണിക്കുന്ന റെസ്പോൺസ്, അതിനെ കൂടെ അദ്ദേഹം എന്ത് ചെയ്തു 1950 ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ 2 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. സ്ട്രെസ് എന്താണെന്ന് ഹാൻസ് സെല്ലി എങ്ങനെയാണോ സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്തത് അത് നമ്മൾ പറഞ്ഞു. 1950 ആകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഫോക്കസ് ഒന്നുകൂടെ നമ്മുടെ ഓർഗാനിസംസ് റെസ്പോണ്ട്, നമ്മൾ എങ്ങനെയാണോ ആ ഡിമാൻഡ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അതിനെ കൂടെ അദ്ദേഹം എന്ത് ചെയ്തു, ഫോക്കസ് ചെയ്തു, എംഫസൈസ് കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ ഐഡിയ പിന്നീട് എന്ത് ചെയ്യാന്നുണ്ട്, അതിന് ഒരുപാട് ക്രിറ്റിസിസംസ്, കുറെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചലഞ്ചസ് അദ്ദേഹം എന്തുണ്ട്, നേരിടുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ചലഞ്ചസ് 2 ഒന്ന് ഇസ് ഐഡിയ ഓഫ് നോൺ സ്പെസിഫിസിറ്റി. നോൺ സ്പെസിഫിസിറ്റി നമ്മൾ എന്താന്ന് പറഞ്ഞു അല്ലേ? ആരും ഒരാൾ പറയോ? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് നോൺ സ്പെസിഫിസിറ്റി? ആരും ഇവിടെ ഇല്ലേ? പുറത്തുള്ള കാരണങ്ങളാണോ? അല്ല, പുറത്തുള്ള കാരണങ്ങളല്ല, നമ്മളിപ്പോ പറഞ്ഞതല്ലേ. നോൺ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാല് നമ്മള് ഒരേ ഒരു സ്ട്രെസ്സർ, ഇപ്പൊ പുറത്തുള്ള കാരണം എന്ന് പറഞ്ഞല്ലോ, അതിനോട് നമ്മൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു രീതി എല്ലാവരിലും ഒന്നായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ആനയുടെ ഉദാഹരണം. അപ്പൊ ആനനെ കാണുമ്പോൾ നമ്മളിൽ കുറച്ച് ബോഡി ചേഞ്ചസ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ആ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ചേഞ്ചസ് അത് എല്ലാവരിലും സെയിം ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പോ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം ഇപ്പോ ഇതിലെന്താണ്, ഇപ്പൊ ആനനെ കാണുമ്പോഴുള്ള സമയത്ത് ഇതില് അർഷിതക്ക് ഉണ്ടാകുന്ന ബോഡിയിലായിട്ടുള്ള മാറ്റങ്ങള്, അവിടെ ഹേർട്ട് ബീറ്റിൽ വരുന്ന മാറ്റങ്ങള്, അവരുടെ അത് ഫിസിയോളജിക്കലായിട്ട്, അതുപോലെ സലൈവയിൽ വരുന്ന മാറ്റങ്ങള്, സലൈവ കുറയുക, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേ സെയിം പാറ്റേണിലാണ് ആര് ഇതില് ഫർഹ അദീബ്, അവരെന്താണ് ഈ ഒരു സെയിം രീതിയിലാണ് അവർക്കും എന്ത് ചെയ്യുക, ഇത് വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായോ? അതായത് ഒരേ ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ് എല്ലാവരിലേക്കും വരിക എന്നുള്ളത്. അപ്പൊ അത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ശരിയാവൂല. ഓക്കെ, അതാണ്. അപ്പൊ അതാണ് എന്ത് അദ്ദേഹത്തിന്റെ മെയിൻ ചലഞ്ച്. അദ്ദേഹം സ്ട്രെസ്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തപ്പോൾ ഉണ്ടായ മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്നുള്ളത് അദ്ദേഹം സൈക്കോളജിക്കൽ ഡൈമെൻഷൻസ് ഓഫ് സ്ട്രെസ്. ഈ സ്ട്രെസ്സിൽ ഒരുപാട് സൈക്കോളജിക്കൽ ഡൈമെൻഷൻസ് ഉണ്ട് അല്ലേ? സ്ട്രെസ് വരുമ്പോൾ നമുക്ക് സൈക്കോളജിക്കലി കുറെ എന്ത് ചെയ്യും, നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യും, ഫിയർ വരും. അതേപോലെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ കുറെ ചേഞ്ചസ് വരും ഇല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ചെയ്തു ലിമിറ്റഡ് അറ്റൻഷൻ, അതിനെക്കുറിച്ച് അദ്ദേഹം എന്തില്ല കൂടുതൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്തത്, ഇനി അതിനുശേഷം ഈ സ്ട്രെസ്സിനെ കുറിച്ച് കുറച്ചും കൂടെ ഒക്കെ എലോബറേറ്റീവ് ആയിട്ട്, കുറച്ചും കൂടെ ഒക്കെ നല്ല രീതിയിൽ സ്ട്രെസ്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് പറയുകയൊക്കെ ചെയ്ത ഒരാളാണ് ആര്? റിച്ചാർഡ് ലസാറസിനെ കേട്ടവരുണ്ടോ? സോഷ്യൽ ബിഹേവിയറിലുണ്ട്. ഓക്കെ, കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആട്ടോ. അദ്ദേഹം 1966 സ്ട്രെസ്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, സ്ട്രെസ് അറൈസസ് ഫ്രം ദി ഡൈനാമിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എ പേഴ്സൺ ആൻഡ് ദെയർ എൻവിറോൺമെന്റ്. അതായത് ഒരു വ്യക്തിയും അതേപോലെ അവരുടെ എൻവിറോൺമെന്റ്, അത് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒരാളുടെ ഇന്ററാക്ഷൻ ആണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആ ഇന്ററാക്ഷനെ അദ്ദേഹം വിളിച്ചത് എന്താണ്, ട്രാൻസാക്ഷൻസ് എന്നാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. ഇതിൽ റെഡ് ഇതിൽ മാർക്ക് ചെയ്ത് കണ്ടില്ലേ, റെഡ് കളറിൽ മാർക്ക് ചെയ്ത കാര്യം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്ട്രെസ്സിൽ വരുന്ന ഒരു തിയറി കൂടെ കേട്ടോ, ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിൽ ഒരുപാട് തിയറീസ് ഉണ്ട്. ഇപ്പൊ അതില് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് തിയറി വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഹാൻസ് സെല്ലിയുടെ
ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം തിയറി വരുന്നുണ്ട്. അതേപോലെ ടെൻറ്റ് ആൻഡ് ബ്രീഫ്രണ്ട് തിയറി. അങ്ങനെ ഒരുപാട് തിയറീസ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഡലിന് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ട്രാൻസാക്ഷണൽ അപ്രോച്ച് ടു സ്ട്രെസ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് ഇൻട്രാക്ഷൻ ആണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്നുള്ളതാണ്. പിന്നെ 1984 ആയപ്പോൾ ലസാറസിന് കൂടെ വേറൊരാൾ കൂടെ വരുന്നുണ്ട്, സൂസൻ ഫോൾക്ക്മാൻ. അവരും ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അവർ രണ്ടുപേരും കൂടി 1984 സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്തു. ഇതൊന്നുകൂടെ ഹോളിസ്റ്റിക് ആണ്. അവർ പറയുന്നത് വെച്ചാൽ സ്ട്രെസ് ആസ് ദി ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ റെസ്പോൺസസ് ഓഫ് ആൻ ഓർഗാനിസം ടു എക്സ്റ്റേണൽ ഡിമാൻഡ്സ് പെർസീവ്ഡ് ആസ് ടാക്സിങ് ഓർ എക്സീഡിങ് ദെയർ കോപ്പിംഗ് കപ്പാസിറ്റി. അതായത് പുറമേയുള്ള ഒരു ഡിമാൻഡ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ആന മാത്രമായിട്ട് ചടക്കുന്നുണ്ടോ? എടാ എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്തത്? ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ മാറ്റി പിടിക്കാം. ഒരു ട്രാഫിക്, നമ്മൾ എന്താണ് ഒരു എക്സ്റ്റേണൽ ഡിമാൻഡ് ആണല്ലോ ട്രാഫിക്കിൽ നമ്മൾ നമ്മൾ അപ്പം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള, ബിഹേവിയറൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള റെസ്പോൺസ്, അതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്നാണ് ലസാറസും സൂസൻ ഫോൾക്ക്മാനും 1984 പറഞ്ഞത്. ഇനി അതിലൂടെ അവർ മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് എന്ത്? കോഗ്നിറ്റീവ് അപ്രൈസൽ. ഇത് വളരെ പ്രധാനമാണ്. കോഗ്നിറ്റീവ് അപ്രൈസൽ, അതായത് നമ്മളൊരു സിറ്റുവേഷനെ എങ്ങനെയാണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അത് സ്ട്രെസ്സിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതിൽ ഈ ലസാറസും ഫോൾക്ക്മാനും ഈ കോഗ്നിറ്റീവ് അപ്രൈസലിൽ 2 കീ പ്രോസസ്സുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പ്രൈമറി അപ്രൈസൽ, അതായത് നമ്മൾ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഉദാഹരണം എന്താണ്, നമ്മുടെ ജോലി നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഒരു കമ്പനിയിൽ നമുക്കുണ്ടായിരുന്ന ജോലി നമുക്ക് എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് ഈ ഒരു ജോലി നഷ്ടപ്പെടുക എന്നുള്ളത് അത് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ഇൻഡിവിജ്വൽ ഇവാലുവേറ്റ്സ് ദി സിറ്റുവേഷൻ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ദം. ആ ഒരു ജോലി നഷ്ടപ്പെടുക എന്നുള്ള ഒരു സിറ്റുവേഷൻ അത് എങ്ങനെയാണോ എന്നെ ബാധിക്കുന്നത് അതിനെക്കുറിച്ച് ഒരാൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പ്രൈമറി അപ്രൈസൽ എന്ന് പറയുക. ഇനി സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഇവാലുവേറ്റ്സ് വെദർ ദി റിസോഴ്സസ് ആർ അവൈലബിൾ ഓർ സഫിഷ്യൻറ്റ് ടു മീറ്റ്സ് ദി ഡിമാൻഡ്സ് ഓഫ് ദി സിറ്റുവേഷൻ. ആ ഒരു ജോലി നഷ്ടപ്പെടുക എന്നുള്ള സിറ്റുവേഷൻ അതിനോട് കോപ്പ് ചെയ്യാൻ മാത്രമുള്ള റിസോഴ്സസ് എൻ്റെ കയ്യിലുണ്ടോ? ഇപ്പം ജോലി നഷ്ടപ്പെടുക എന്നുള്ളത് ആ സമയത്ത് നമ്മുടെ റിസോഴ്സ് എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജോലി നഷ്ടപ്പെടുക, ജോലിക്ക് വേണ്ട വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെയാണോ? പ്രൈമറി അപ്രൈസൽ ലാസ്റ്റ് ഏതുവരെ കേട്ടത്? ലാസ്റ്റ് പറഞ്ഞത് അതെ, എവിടെ? പ്രൈമറി അപ്രൈസൽ പറഞ്ഞത് ശരിക്കാണ്ട് മനസ്സിലായില്ല. ഓക്കെ, പ്രൈമറി അപ്രൈസൽ എന്ന് പറഞ്ഞാലേ ഒരു സിറ്റുവേഷൻ, അത് ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സ്ട്രെസ്സർ അത് നമ്മളെ എങ്ങനെയാണോ ബാധിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പ്രൈമറി അപ്രൈസൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, ജോലി നഷ്ടപ്പെടുക എന്നുള്ള ഒരു സിറ്റുവേഷൻ അത് നമ്മളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്, അത് നമ്മുടെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണോ ഇടപെടുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ നടത്തുന്ന ഒരു ഇവാലുവേഷനാണ് നമ്മൾ എന്ത് പറയുക? പ്രൈമറി അപ്രൈസൽ എന്ന് പറയുക. മനസ്സിലായോ? ഓക്കെ, ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് കോഗ്നിറ്റീവ് അപ്രൈസലിൽ വരുന്ന രണ്ടാമത്തെ പ്രോസസ്സാണ് സെക്കൻഡറി അപ്രൈസൽ എന്നുള്ളത്. സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഇവാലുവേറ്റ്സ് വെദർ ദി റിസോഴ്സസ് അവൈലബിൾ ആർ സഫിഷ്യൻറ്റ് ടു മീറ്റ് ദി ഡിമാൻഡ്സ് ഓഫ് ദി സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ജോലി നഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ ജോലി നഷ്ടപ്പെടുക എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനോട് നേരിടാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എൻ്റെ കയ്യിലുണ്ടോ എന്നതിനെക്കുറിച്ച് ഒരാൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക?
സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയാം. അപ്പൊ എന്തായിരിക്കും ഇവിടെ റിസോഴ്സ് ആയിട്ട് വരിക? ജോലി നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് വേണ്ട റിസോഴ്സ്, ഒരു ജോലിക്ക് വേണ്ട റിസോഴ്സ് എന്തൊക്കെയാണ്? ആരെങ്കിലും പറയോ? ആരെങ്കിലും പറയൂ. ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ, അതെ, ക്വാളിഫിക്കേഷൻ ഒരു മാനദണ്ഡമാണ്. പിന്നെ ജോലി ചെയ്യാനുള്ള മൈൻഡ്. ജോലി ചെയ്യാനുള്ള മൈൻഡ്. ഓക്കെ. പിന്നെ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ്, അതെ, എക്സ്പീരിയൻസ് ഒരു മാനദണ്ഡമാണ് അല്ലേ? അപ്പോൾ അത് മാത്രമല്ല, ഇനി എന്ത് ചെയ്യാം, ഒരു മിനിറ്റ്, ലാപ്പിൽ ചാർജ് ഒന്ന് ചാർജ് ചെയ്തിട്ടോ. ടൈം 9 മണിയായി അല്ലേ? ഓക്കെ. സ്ക്രീൻ കാണുന്നില്ലടാ? ഇല്ല. സ്ക്രീൻ കാണുന്നില്ല? എല്ലാവർക്കും അങ്ങനെയാണോ? എല്ലാവർക്കും കാണില്ല. കാണുന്നില്ല. കാണുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. കാണുന്നില്ല? എന്താ ചെയ്യാ, ഓരോ പ്രശ്നങ്ങളാണല്ലോ. ഓക്കെ. ഓക്കെ ആയോ? ഉം. ഓക്കെ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? കോഗ്നിറ്റീവ് റീ അപ്രൈസൽ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? കുറേ റിസോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഒരു ജോലിക്ക് വേണ്ട റിസോഴ്സ് കുറേ പറഞ്ഞു അല്ലേ? വേണ്ട സ്കിൽസ് വേണം, അതേപോലെ എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അത് എന്ത് ചെയ്യും? നമ്മുടെ സ്ട്രെസ്സിനെ നിയന്ത്രിക്കുന്നതിൽ നമ്മളെ സ്വാധീനിക്കും എന്ന് പറയുന്നതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതിൽ 2 പ്രോസസ്സാണ് വരുന്നത്. ഒന്ന് പ്രൈമറി അപ്രൈസൽ. പ്രൈമറി അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ, ഇപ്പം നമ്മൾ ഇവിടെ ഉദാഹരണം പറഞ്ഞത് ജോലി നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെടുമ്പോൾ ഇത് എങ്ങനെയൊക്കെ ബാധിക്കും, അതിനെക്കുറിച്ച് ഒരാൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളിപ്പോൾ പ്രൈമറി അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി ഈ ജോലി നഷ്ടപ്പെടുമ്പോൾ ഇതിന് എനിക്കുണ്ടാകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വേണ്ട റിസോഴ്സസ് എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഒരാൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി റിച്ചാർഡ് ലസാറസ് അദ്ദേഹം 3ാമത്തെ ഒരു ടൈപ്പ് ഓഫ് അപ്രൈസലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3ാമത്തെ ടൈപ്പ് ഓഫ് അപ്രൈസൽ എന്ന് പറയുന്നത് റീ അപ്രൈസൽ എന്നുള്ളതാണ്. സ്ക്രീൻ പോയോ? സ്ക്രീൻ ഇപ്പൊ കാണില്ല. അതുപോലെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ലസാറസ് എന്ത് ചെയ്തിട്ടുണ്ട്? 3ാമത്തെ ഒരു ടൈപ്പ് ഓഫ് അപ്രൈസൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. റീ അപ്രൈസൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റീ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡറി അപ്രൈസൽ ഉണ്ടല്ലോ, അതായത് ഒരു മിനിറ്റ്, ഈ സെക്കൻഡറി അപ്രൈസൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൈമറി അപ്രൈസലിനെ റീ അസസ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയൊക്കെയാണ്, അതിനാണ് നമ്മൾ എന്ത് പറയുക? റീ അപ്രൈസൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞു? നമുക്ക് എന്ത് ചെയ്യാം? വേണ്ട റിസോഴ്സ്. മനസ്സിലായില്ല. പറയാം. ബ്രേക്ക് ആയി പോയി. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ? അപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ.
മനസ്സിലായില്ല സർ. എന്താണ് ഫർഹ എന്തോ പറഞ്ഞു? റീഅപ്രൈസൽ ഒന്നും കൂടെ പറയണേ. പറയാം. റീ അപ്രൈസൽ എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ സെക്കൻഡറി അപ്രൈസൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രൈമറി അപ്രൈസലിനെ റീ അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, റീ അപ്രൈസൽ എന്ന് പറയുന്നത്. നല്ല പോലെ ബ്രേക്ക് വരുന്നുണ്ട് സൗണ്ടില്. അയ്യോ, ബ്രേക്ക് വരുന്നുണ്ട്. ആ ഇങ്ങനെ ചോദിക്കുമ്പോൾ മാത്രമേ കുഴപ്പമില്ല, അല്ലാതെ പറയുമ്പോൾ വരുന്നുണ്ട്. ഏനാ അത് ഞാൻ കേട്ടില്ല. ഇങ്ങനെ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാത്രം പ്രശ്നമില്ല, അല്ലാതെ കണ്ടിന്യൂ ക്ലാസ് പറയുമ്പോൾ ബ്രേക്ക് വരുന്നുണ്ട്. ബ്രേക്ക് വരുന്നുണ്ട് അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോ ഓക്കെ അല്ലേ? ആ ഇപ്പൊ കുഴപ്പമില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ്. ഇപ്പൊ വോയിസ് ക്ലിയർ അല്ലേ? എക്കോ വരുന്നുണ്ട്. ക്ലിയർ അല്ലേ വോയിസ്? ആ അതെ. ഓക്കെ, അപ്പോൾ റീ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി അപ്രൈസൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രൈമറി അപ്രൈസലിനെ നമ്മൾ റീ അസസ് അല്ലെങ്കിൽ റീ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റീ അപ്രൈസൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെട്ടു, അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പറയുകയാണ്, ഈ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള സിറ്റുവേഷന് നമ്മുടെ കയ്യിൽ എത്ര റിസോഴ്സസ് ഉണ്ട്, എനിക്ക് ഇന്ന സ്കില്ലുണ്ട്, അതായത് എനിക്ക് ആ ജോലിക്ക് വേണ്ട സ്കിൽസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വേറെ കമ്പനിയിലും എനിക്ക് ജോലി കിട്ടും. അപ്പം അങ്ങനെ ഈ രണ്ടാമത് പറഞ്ഞ ഈ സെക്കൻഡറി അപ്രൈസൽ ഉണ്ടല്ലോ, അതായത് നമുക്ക് ഇത്ര സ്കിൽസ് നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ചുകൊണ്ട് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു സിറ്റുവേഷൻ, അതിനെ നമ്മൾ റീ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു ഓൺ ഗോയിങ് പ്രോസസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റീ അപ്രൈസൽ എന്ന് പറയാം. മനസ്സിലായോ? ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ അതിന്റെ ഒരു വേറെ രീതിയിൽ ഇതിനെ പറയുന്നു എന്നേ ഉള്ളൂ, രണ്ടിനെയും കമ്പൈൻ ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അടുത്തേക്ക് പോകാം. ഇനി നാച്ചർ ഓഫ് സ്ട്രെസ്, അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. സ്ട്രെസ്സിന്റെ നാച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. നമ്മൾ ഒരു സ്ട്രെസ്സർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ രണ്ട് തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാവും അല്ലേ? ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആന നമ്മളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒന്നല്ലെങ്കിൽ ബ്രേക്ക് ആവുന്നുണ്ട്. എന്തു ചെയ്യും? ഇപ്പൊ വോയിസ് ക്ലിയർ ആണോ? പറയൂ. ആ ഇപ്പൊ ക്ലിയർ. ഹലോ, വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. കേൾക്കുന്നില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞൊന്നുണ്ടോ? ക്ലിയർ ആണ്. ഹലോ, ഒരു മിനിറ്റ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞു കേട്ടില്ല. ആ ക്ലിയർ ആണ്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് സ്ട്രെസ്സിന്റെ നാച്ചർ, സ്ട്രെസ്സിന്റെ കുറച്ച് വിശേഷങ്ങളെ കുറിച്ച് പറയാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നുള്ളത്. ഇപ്പൊ ഒരു സ്ട്രെസ്സർ നമ്മുടെ അടുത്തേക്ക് വന്നാല്, അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം, എന്ത്
ആനയെ നമ്മൾ കണ്ടു. അപ്പൊ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിൽ ഉണ്ടാകുന്ന റെസ്പോൺസ് അത് രണ്ടെണ്ണാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ആനയെ നേരിടാൻ പോകും. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നന്നായി ഒന്ന് ഹോൺ അടിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് ഹെഡ്ലൈറ്റ് ഒന്ന് ഡിം ബ്രൈറ്റിൽ നിന്ന് നല്ല ബ്രൈറ്റ് കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ആനയെ ഓടിക്കാൻ നോക്കും അല്ലെ. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതായത് നമ്മൾ ആനയോട് നമ്മൾ എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടും അല്ലെ. അപ്പൊ ഇതിന് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയാം. അപ്പൊ ഒരു സ്ട്രെസ്സർ നമ്മളിലേക്ക് വരുമ്പോൾ രണ്ടു തരത്തിലുള്ള റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് അതിനെ ആദ്യമായിട്ട് പറഞ്ഞ ഒരു അമേരിക്കൻ ഫിസിയോളജിസ്റ്റ് ആണ്. അതിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരാണ് വാൾട്ടർ ബ്രാഡ്ഫോർഡ് കാനൺ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, വാൾട്ടർ ബ്രോഡ്ഫോർഡ് കാനോൺ. നിങ്ങൾക്ക് MCQ ഉണ്ടാവില്ലേ, അതായത് MCQ അല്ല, എന്താ പറയാ, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ലേ, ഇങ്ങനത്തെ പേരൊക്കെ ചോദിക്കാട്ടോ. ആരാണ് ആദ്യമായിട്ട് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞ ആരാന്ന് വെച്ചാല് ആരാണ് വാൾട്ടർ വാൾട്ടർ ബ്രാഡ്ഫോർഡ് കാനോൺ ആണ് ആദ്യമായിട്ട് ഇതിനെ കുറിച്ച്. ഓക്കെ, ഇനി ഹാൻസ് സെല്ലെ ആരാണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഹാൻസ് സെല്ലെ ആരാണ്? സ്ട്രെസ്സിന്റെ ആരാണ്? ഫാദർ. കേട്ടില്ല, പറഞ്ഞ. ഫാദർ ഓഫ് സ്ട്രെസ് റിസർച്ച്. ഫാദർ ഓഫ് സ്ട്രെസ് റിസർച്ച് ആണ് ഹാൻസ് സെല്ലെ. അദ്ദേഹത്തിന്റെ ഈ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ നമ്മൾ പറയുന്ന പേരാണ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം. ഓക്കെ, നമ്മൾ ഗ്യാസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ചുരുക്കി പറയും. എന്താണ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം? അപ്പൊ ഈ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, 3 സ്റ്റേജസ്. നമ്മൾ ഈ സ്ട്രെസ്സിനെ നമ്മൾ നേരിടുമ്പോൾ അതിൽ 3 സ്റ്റേജസ് വരുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? ഹാൻസ് സെല്ലെ പറഞ്ഞു. ഹാൻസ് സെല്ലെ അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ആണ് അലാം. അലാം എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സ്ട്രെസ് കണ്ടു, ഉദാഹരണം എന്താണ്, ഒരു ട്രാഫിക് ബ്ലോക്ക് കണ്ടു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഫിസിയോളജിക്കൽ മാറ്റങ്ങൾ വരും അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പാമ്പിനെ കണ്ടു. അപ്പൊ എന്ത് ചെയ്യാണ്, നമ്മളിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ബോഡി മാറ്റങ്ങൾ വരും അല്ലെ. നമ്മുടെ ഹേർട്ട് ബീറ്റ് കൂടും അല്ലെ, ഹേർട്ട് ബീറ്റ് കൂടും. അപ്പൊ ഹേർട്ട് ബീറ്റ് നമ്മളെ ഈ 2 തരം സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക്കും നോൺ പാരാസിമ്പത്തറ്റിക്കും അല്ലെ. കേട്ടിട്ടില്ലേ? ഹലോ, കേട്ടിട്ടുണ്ട്. ഹലോ. അപ്പോ എന്താണ്, സിമ്പത്തറ്റിക് ഡിവിഷനും ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഡിവിഷനും ഉണ്ട്. ഇപ്പൊ നമ്മൾ നെർവസ് സിസ്റ്റം അല്ലേ, അപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം, ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവേ. നമ്മളെ നെർവസ് സിസ്റ്റം അല്ലെ, നെർവസ് സിസ്റ്റത്തെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. നമ്മളെ മൊത്തം ബോഡിയുടെ നെർവസ് സിസ്റ്റത്തെ 2ആയിട്ട് പറഞ്ഞ എന്താ പറയുന്നുണ്ടോ? സിമ്പതറ്റിക് വ്യവസ്ഥ, പാരാസിമ്പതറ്റിക് സിസ്റ്റം. അങ്ങനല്ല, അതായത് നമ്മുടെ മൊത്തം നെർവസ് സിസ്റ്റത്തെ അങ്ങനല്ല, നമ്മുടെ മൊത്തം നെർവസ് സിസ്റ്റത്തെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നെന്താണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചല്ലേ, സെൻട്രൽ നെർവസ് സിസ്റ്റവും അതേപോലെ എന്താണ്
പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെ. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? നമ്മുടെ ബോഡിയിലുള്ള എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഒക്കെ നടത്തുന്ന ആരാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. ആരും സ്കൂളൊന്നും പോയിട്ടില്ലേ? അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം, മറ്റൊന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മുടെ ബോഡിക്ക് വേണ്ട എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, തിങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബ്രെയിന്, അതേപോലെ എന്താണ്? സ്പൈനൽ കോഡ് അല്ലെ. ഇനി പാരാസിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് അല്ല, പെരിഫറൽ നെർവസ് സിസ്റ്റം, അതിനെന്തായിട്ടുണ്ട്? വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് എന്താണ്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ANS എന്ന് പറയാം. അതേപോലെ എന്തുണ്ട്? സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഇതില് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് എന്ത്? സിമ്പത്തറ്റിക്, പറയൂ. പാരാസിമ്പതറ്റിക്കോ? അതെ, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ എന്നുള്ളത്. അപ്പൊ ഈ സിമ്പത്തറ്റിക് ഡിവിഷന്റെ പണി എന്താ വെച്ചാല്, ഇപ്പൊ എന്ത് ചെയ്യും? ഇതാണ് നമ്മളൊരു സിറ്റുവേഷനെ കണ്ടാല്, അതായത് ഇപ്പോ നേരത്തെ പറഞ്ഞത് പാമ്പിനെ കണ്ടു, അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഹെഡ് ബീറ്റ് എന്താ ചെയ്യാ? പാമ്പിനെ കണ്ടാല് കൂടാണ് കുറെ ചെയ്യാ? വർദ്ധിക്കും, കൂടും. അപ്പൊ ആ ഒരു പണി എടുക്കുന്ന നമ്മുടെ ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള ഒരു ഡിവിഷനാണ് എന്ത്? സിമ്പത്തറ്റിക് ഡിവിഷൻ എന്നുള്ളത്. ഇനി ആ ഒരു ഹെഡ് ബീറ്റിനെ കുറച്ച് നമ്മുടെ ബോഡിയെ റെസ്റ്റ് ആക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരില്ലേ? ഹീമോസ്റ്റാറ്റിസ് എന്ന് പറയും അല്ലെ. അപ്പൊ ആ ഒരു നമ്മുടെ ബോഡിയെ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഡിവിഷനാണ് എന്ത്? പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ. ആ സമയത്ത് നമുക്ക് എന്താ? ഹെഡ് ബീറ്റ് അപ്പം എന്താ? നമ്മൾ പാമ്പിനെ കണ്ടു, നമ്മൾ പേടിച്ചു, ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ പോയി, അപ്പൊ എന്താ ചെയ്യാ? നമ്മളെ ഹെഡ് ബീറ്റ് എന്താ ചെയ്യാ? സാധാരണ നിലയിലേക്ക് വരും. അതെ. അപ്പൊ ആ ഒരു പണി എടുക്കുന്നതാണ് ആരാണ്? പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാട്ടോ. നമ്മളെ വിഷയത്തേക്ക് നമുക്ക് വരാം. അപ്പോ എവിടെ നമ്മൾ പോയത്? ഹാൻസ് സെല്ലിയുടെ അല്ലെ. അപ്പോ ഹാൻസ് സെല്ലിയുടെ ഗ്യാസ് എന്നുള്ള തിയറി, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ പറയാ? എന്താ നമ്മൾ പറഞ്ഞത്? ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രെസ്സിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാല്, ഈ സ്ട്രെസ് എന്നുള്ളത് അതിന് 3 സ്റ്റേജസ് ഉണ്ട്. നമ്മളൊരു സ്ട്രെസ്സിനോട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, അത് 3 തരത്തിൽ 3 സ്റ്റേജസ് ആയിട്ടാണ് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് അലാം സ്റ്റേജ് ആണ്. അലാം സ്റ്റേജ് എന്ന് നമ്മൾ പറഞ്ഞാല് എന്താണ്? നമ്മുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്. ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, അതിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരും. അതായത് ഹെഡ് ബീറ്റ് കൂടും. ഹെഡ് ബീറ്റ് കൂടില്ല, അത് ഏത് ഡിവിഷനിലാണ് ഉണ്ടാവുക? മറന്നോ? ഹെഡ് ബീറ്റ് കൂടുതൽ എവിടെ ഉണ്ടാവുക? ഏത് ഡിവിഷനിലാണ് ചെയ്യാ? സിമ്പത്തറ്റിക്. അതെ. അപ്പൊ എന്ത് ചെയ്യും? ഈ സിമ്പത്തറ്റിക് നെർവസ് ഈ ഡിവിഷനിൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഹെഡ് ബീറ്റ് കൂടും. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, അതിനെയാണ് അലാം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് ഹാൻസ് സെല്ലിയ പറഞ്ഞത് റെസിസ്റ്റൻസ് സ്റ്റേജ് ആണ്. റെസിസ്റ്റൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ആ സ്ട്രെസ് വരുമ്പോൾ അതിനോട് നമ്മൾ കോപ്പ് ചെയ്യാനും, അതേപോലെ ഒരു സാധാരണ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാനും ശ്രമിക്കും. അതായത് ഹീമോസ്റ്റാറ്റിസ് അവസ്ഥ, ഒരു സന്തുലിത അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ ബോഡി ട്രൈ ചെയ്യും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയാ? റെസിസ്റ്റൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാധാരണ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന നമ്മുടെ ബോഡിയിലെ ഡിവിഷൻ ഏതാണ്? പാരാസിമ്പത്തറ്റിക്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാൻ കേട്ടോ. ഫസ്റ്റ് സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഹെഡ് ബീറ്റ് കൂടാണ് അവിടെ വരുന്നത്. അതിന് നമ്മൾ അലാം സ്റ്റേജ് എന്ന് പറയും. ഇനി ഹെഡ് ബീറ്റ് ഒക്കെ കുറച്ച് നമ്മുടെ
അതിനോട് നമ്മളെ സ്ട്രെസ്സർ എന്താണോ അതിനോട് നമ്മൾ കോപ്പ് ചെയ്തിട്ട് അതിനോട് പൊരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയെ സാധാരണ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ശ്രമിക്കും. അതിന് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയാ, റെസിസ്റ്റൻസ് സ്റ്റേജ് എന്ന് പറയാം. ഈ മൂന്നാമത്തെ സ്റ്റേജ്, ഹാൻസ് സെല്ലിയ പറഞ്ഞ മൂന്നാമത്തെ സ്റ്റേജ് എക്സോഷൻ ആണ്. എക്സോഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡീസ് റിസോഴ്സസ് ആർ ഡിപ്ലീറ്റ്. എന്ത് ചെയ്യും, അവിടെ നമ്മുടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ ബോഡിയിലുള്ള റിസോഴ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോ എന്താണ്, നമ്മുടെ ജോലിക്ക് വേണ്ട കുറച്ച് റിസോഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, വേണ്ട സ്കിൽസ് വേണം നമ്മൾ പറഞ്ഞു. അപ്പോ നമുക്ക് വേണ്ട സ്കിൽസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് അതായത് നമുക്ക് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ ജോബിനാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഇതില് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് അറിയണം. അതേപോലെ MS വേർഡ്, MS സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം. അതിനെ കുറിച്ചുള്ള ധാരണയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഈ ഒരു സ്ട്രെസ്സിനോട് നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റില്ല, അതിനോട് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു അങ്ങനെ ഒരു സിസ്റ്റം, ആ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സോഷൻ എന്ന് പറയാ. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഇത് നമ്മെ വലിയൊരു ഇൽനെസ്സിലേക്കൊക്കെ പിന്നീട് എത്തിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഹാൻസ് സെല്ലിയുടെ ഈ 3 സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി പ്രൊലോങ്ഡ് സ്ട്രെസ് ക്യാൻ ഓവർവെൽം ദ ബോഡീസ് നാച്ചുറൽ ഡിഫൻസ്. നമ്മുടെ ബോഡിക്ക് ഒരു നാച്ചുറൽ ഡിഫൻസ് ഉണ്ട് അല്ലെ. ഇപ്പോ നമ്മള് പാമ്പിനെ കണ്ടാൽ എന്ത് ചെയ്യും, നമ്മൾ പേടിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ ബോഡി പെട്ടെന്ന് തന്നെ ന്യൂറോൺസ് വഴി നമ്മളെ ബ്രെയിനിലേക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയും നമ്മുടെ ബോഡിക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ആ ഡിഫൻസ്, അതിനെ എന്ത് ചെയ്യും, അങ്ങനെയുള്ള നാച്ചുറൽ ഡിഫൻസ് ഒക്കെ, അതിന്റെ ശേഷിയൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് വെല്ല നീങ്ങും. ഇങ്ങനെ പ്രോലോങ്ഡ് സ്ട്രെസ്, ഒരുപാട് കാലം സ്ട്രെസ് ഇങ്ങനെ ഉണ്ടായാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. മാത്രമല്ല മോർ വൾണറബിൾ ടു ഇൽനെസ് സച്ച് ആസ് അൾസർ പോലുള്ള രോഗങ്ങൾ, അതേപോലെ ഹൈ BP അധികരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തുണ്ടാകും, ഒരുപാട് കാലം നമ്മളിൽ സ്ട്രെസ് ഉണ്ടായാലും ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല ഇമ്പയർ കോഗ്നിറ്റീവ് ഫങ്ഷനിങ്. കോഗ്നിറ്റീവ് ഫങ്ഷനിങ് എന്താ മനസ്സിലായില്ലേ? കൊഗ്നീഷൻ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. കൊഗ്നീഷൻ എന്താണ് കൊഗ്നീഷൻ? ആരുമില്ലേ? വൈജ്ഞാനിക എന്താ പറഞ്ഞേ? വൈജ്ഞാനികം, അതിന്റെ അർത്ഥമല്ലേ എന്താ? അതുകൊണ്ട് കൊഗ്നീഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കൊഗ്നീഷൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുന്ന ഹയർ ഓർഡർ ഫങ്ഷനെയാണ്. ഇപ്പോൾ തിങ്കിങ്, അതേപോലെ ഡിസിഷൻ മേക്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള നമ്മുടെ ബോഡിയിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു കാര്യം കിട്ടിയ അതിനെ കുറിച്ച് ചിന്തിക്കുക, അതേപോലെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുക, അങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു ബ്രെയിനിൽ മൈൻഡിൽ വേണ്ട വളരെ ഹയർ ആയിട്ടുള്ള ഒരു പ്രക്രിയകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ കോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻ അത്രയുള്ള നമ്മൾ തിങ്ക് ചെയ്യുക, അതേപോലെ ഡിസിഷൻ മേക്കിങ്, ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എങ്ങനെ, ഒരുപാട് കാലം നമുക്ക് സ്ട്രെസ് ഉണ്ടായാൽ. ഇനി സ്ട്രെസ് ക്യാൻ ഒറിജിനേറ്റ് ഫ്രം ഇന്റേണൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ സോഴ്സസ്. എന്ന് പറഞ്ഞത് ഒരു പാമ്പിനെ കണ്ട നമ്മൾ എന്തുണ്ടാവും, സ്ട്രെസ് ഉണ്ടാകും. അതെന്താണ്, പാമ്പിനെ കാണുന്നത് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആണ്, പുറമെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കാരണത്താലും എന്തുണ്ടാവുക, സ്ട്രെസ് ഉണ്ടാവുക. ഉദാഹരണം ഒരാൾക്ക് എന്താണ്, ഭയങ്കരമായിട്ട് വിശപ്പ് വന്നു, സ്വാഭാവികമായിട്ടും കുറെ സമയത്ത് അയാൾ വിശപ്പ് ഇങ്ങനെ പിടിച്ചിരിക്കണം, സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്തുണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ പുറമേയുള്ള സോഴ്സസ് മാത്രമല്ല, ഉള്ളിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും എന്തായിരിക്കാം, നമ്മുടെ സ്ട്രെസ്സിലേക്ക് നയിച്ചേക്കാം. ഇനി ഡ്യൂറേഷൻ ഓഫ് സ്ട്രെസ്, നമ്മുടെ സ്ട്രെസ് എത്ര കാലം നീണ്ടു നിൽക്കുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഒരു എന്തുണ്ട്, ഡിവിഷൻ ഉണ്ട്. ഒന്ന് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞത് അത് ഷോർട്ട് ടേം ആണ്, കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉദാഹരണം, നമ്മളൊരു ജോബ് ഇന്റർവ്യൂക്ക് പോവാണ്, ആ സമയത്ത് എന്തുണ്ടാവുക, നമുക്ക് കുറച്ച് ആ ഒരു ജോബ് ഇന്റർവ്യൂ കഴിയുന്ന വരെ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ആ സ്ട്രെസ് ഉണ്ടാവുള്ളൂ അല്ലെ. ജോബ് ഇന്റർവ്യൂ ഒരാൾ പോവാണെന്നുണ്ടെങ്കിൽ ആ ജോബ് ഇന്റർവ്യൂ കഴിയുന്നത് വരെ എന്തുണ്ടാക്കും, അയാൾക്ക് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയാ, ഷോർട്ട് ടേം സ്ട്രെസ് അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, ഇനി ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാല് ഒരു ഉദാഹരണം, ഒരുപാട് സമയത്തേക്ക് ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രോണിക് സ്ട്രെസ് ആണ്, ഒരുപാട് കാലത്തേക്ക് അത് നീണ്ടു നിൽക്കുന്നുണ്ട്. ഇത് സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ഉദാഹരണം,
കാർഡിയോ വസ്കുലർ ഡിസീസ്, ഡിപ്രഷൻ, ഇതിലേക്കൊക്കെ നമ്മളെ നയിക്കും. ഇങ്ങനെ ഒരുപാട് കാലം സ്ട്രെസ് നിൽക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിലേക്കൊക്കെ നമ്മുടെ ഈ സ്ട്രെസ് നയിക്കും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2 തരം സ്ട്രെസ് ഉണ്ട് അല്ലെ. ടൈപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 തരം സ്ട്രെസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് യു സ്ട്രെസ്, മറ്റൊന്ന് ഡിസ്ട്രെസ്. എല്ലാ സ്ട്രെസ്സും എന്താണ്, പ്രശ്നമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാ സ്ട്രെസ്സും പ്രശ്നമാണോ? ആരുമില്ലേ? വേണം പഠിക്കുന്ന കാര്യത്തിൽ പഠിക്കുള്ളൂ. പഠിക്കാൻ പ്രശ്നമാണ് അല്ലേ? അപ്പൊ എല്ലാ സ്ട്രെസ്സും എന്തല്ല? അതിൻ്റെതായിട്ട് എന്താണ് ഫറ എന്താ പറഞ്ഞു? ഫറ എന്തെങ്കിലും പറഞ്ഞോ? ഓരോ സ്ട്രെസ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. കേട്ടില്ല. ഫറ പറഞ്ഞ കേട്ടില്ല കേട്ടോ, വോയിസ് ബ്രേക്ക് ആയി. ഇതുവരെ എനിക്കുണ്ടായ പ്രശ്നം ഫറഹക്കും ഉണ്ടായി ഇവിടെ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ, 2 തരത്തില് സ്ട്രെസ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഒന്ന് എന്താണ് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാല് അത് പോസിറ്റീവ് സ്ട്രെസ് ആണ്. ഇപ്പോ ഇവിടെ നേരത്തെ ഹനീനെ പറഞ്ഞ പോലെ ഒരു എക്സാം വരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ജോബ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ മാരേജ് ചെയ്യുന്ന സമയമാണ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് ഇവന്റ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ് അതിനെ നമ്മൾ യു സ്ട്രെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയും. ഇനി അതല്ല, മറ്റൊരു ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് സ്ട്രെസ് ആണ്. അതിന് ഉദാഹരണം എന്ത്? നമ്മുടെ ജോലി നഷ്ടപ്പെടുക, അതേപോലെ വലിയ വലിയ രോഗങ്ങൾ വരിക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ മരണപ്പെടുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയം എന്താണ് ഇവിടെ, അതിനെയാണ് നമ്മൾ എന്താ പറയാ, നെഗറ്റീവ് സ്ട്രെസ്. ഇവിടെ എന്താണ്, അൺപ്ലസന്റ് സിറ്റുവേഷൻ ആണ്. നല്ല സിറ്റുവേഷൻ ആണോ ജോബ് നഷ്ടപ്പെടുക എന്നുള്ളത്? നല്ല സിറ്റുവേഷൻ ആണോ? അല്ലല്ലോ. അപ്പൊ അൺപ്ലസന്റ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ നെഗറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതാണ് ഡിസ്ട്രെസ്. ഇനി വേറൊരു തരം സ്ട്രെസ്സുകളുണ്ട്, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. ന്യൂ സ്ട്രെസ് എന്നാണ് പറയാം. ന്യൂ സ്ട്രെസ് അത് ജസ്റ്റ് മനസ്സിലാക്കാൻ പഠിക്കണമെന്നില്ല, ബുക്കിലില്ല. ന്യൂ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സ്ട്രെസ്സും അല്ല നെഗറ്റീവ് സ്ട്രെസ്സും അല്ല. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്താ പറയാ, ന്യൂ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ്, ഈ സ്ട്രെസ്സിന് ഒരുപാട് ടൈപ്സ് ഉണ്ട്. എൻവിറോൺമെന്റൽ സ്ട്രെസ്സസ്. സ്ട്രെസ്സർ എന്താണ് മനസ്സിലായില്ലേ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. എന്താണ് സ്ട്രെസ്സർ? സ്ട്രെസ്സർ എന്താണ്? ആരെങ്കിലും ഒരാൾ മൈക്കൊന്ന് ഓണാക്കി പറയാന്നുണ്ടെങ്കിൽ. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് വന്നാല് അതിന്റെ പ്രതികരണം, നമുക്കൊരു സ്ട്രെസ് ഉണ്ടായി, അപ്പൊ അതിനോടുള്ള പ്രതികരണം, അതെന്താണ് പ്രതികരണത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? അത് റെസ്പോൺസ് അല്ല നമ്മൾ പറയാം. സ്ട്രെസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ്സർ എന്ന് പറഞ്ഞാലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ആന അല്ലെങ്കിൽ സ്നേക്ക്, സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയാ. പറഞ്ഞ മൈക്കൊന്ന് ഓഫ് ചെയ്യൂട്ടോ. നമ്മള് എന്താ പറയാ, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിന് നമ്മൾ എന്താ പറയാ, സ്ട്രെസ്സർ എന്ന് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്നേക്ക്, അതേപോലെ ജോലി നഷ്ടപ്പെടുക, വലിയൊരു ട്രാഫിക്കിൽ അകപ്പെടുക, ഇതൊക്കെ എന്താണ്, സ്ട്രെസ്സർ ആണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട്, സ്ട്രെസ്സേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, കുറെ സ്ട്രെസ്സേഴ്സ് ഉണ്ട്. എൻവിറോൺമെന്റൽ സ്ട്രെസ്സേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ സ്ട്രെസ്സേഴ്സ് ഉണ്ട്, അതേപോലെ സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുണ്ടാകുന്ന സ്ട്രെസ്സേഴ്സ് ഉണ്ട്, പേഴ്സണാലിറ്റി കാരണമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സേഴ്സ് ഉണ്ട്, കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്, അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് എന്താണ് എൻവിറോൺമെന്റൽ സ്ട്രെസ്സേഴ്സ്. എൻവിറോൺമെന്റിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സേഴ്സിനെയാണ് എന്താ പറയാ, എൻവിറോൺമെന്റൽ സ്ട്രെസ്സേഴ്സ് എന്ന് പറയാം.
അപ്പോൾ അതിന്റെ 3 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് കാറ്റാസ്ട്രോഫ്സ് ആണ്. കാറ്റാസ്ട്രോഫ്സ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം ചൂരൽമലയിൽ എന്താണ്ടായത്? ഉരുൾപൊട്ടലുണ്ടായി അല്ലേ? അപ്പോൾ അതേപോലെ ലാർജ് സ്കെയിൽ ഡിസാസ്റ്റേഴ്സ്, ഇപ്പോ ഫ്ലഡ്, വെള്ളപ്പൊക്കം വരികയാണ്, അല്ലെങ്കിൽ ഭൂമികുലുക്കം വരികയാണ്, ഇങ്ങനെയുള്ള വലിയ ഡിസാസ്റ്റേഴ്സിനെ നമ്മൾ എന്താ പറയാ, അതിനാണ് നമ്മൾ കാറ്റാസ്ട്രോഫ്സ് എന്ന് പറയാം. അപ്പോൾ എൻവിറോൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രെസ്സേഴ്സിനാണ് നമ്മൾ കാറ്റാസ്ട്രോഫ്സ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഒരു എൻവിറോൺമെന്റൽ സ്ട്രെസ്സറാണ് മേജർ ലൈഫ് ചേഞ്ചസ്. അതായത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ്. ഉദാഹരണം ജോലി നഷ്ടപ്പെടുക എന്താണ്? അതൊരു മേജർ ലൈഫ് ചേഞ്ചിൽ വരുന്ന ഒരു സ്ട്രെസ്സറാണ്. അതേപോലെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുക, ഇതൊക്കെ മേജർ ലൈഫ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്ട്രെസ്സേഴ്സ് ആണ്. ഈ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രെസ്സറാണ് ഡെയിലി ഹാസൽസ്. ഡെയിലി ഹാസൽസ് എന്ന് പറഞ്ഞാൽ എവറിഡേ ഇവന്റ്, എല്ലാ ദിവസവും നമ്മൾ ദിനേന നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സേഴ്സ് ഉണ്ടാവുമല്ലോ. ഉദാഹരണം എന്താണ്, ഭയങ്കര ട്രാഫിക്കിൽ അതൊരു ജോലിക്കാണ്, ആരോ പറഞ്ഞു ജോലിക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് അല്ലെ, അതിനാണ് ഡെയിലി ഹാസൽസ് വരുന്ന സ്ട്രെസ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വീടിന്റെ ചാവി അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ ചാവി, ഇതൊക്കെ എന്താണ് നഷ്ടപ്പെടുക. അങ്ങനെ നമ്മുടെ ദിനേന ഉണ്ടാകുന്ന നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സ്ട്രെസ്സേഴ്സിനെയാണ് നമ്മൾ ഡെയിലി ഹാസൽസ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് എന്താണ്, അടുത്ത ടൈപ്സ് ഓഫ് സ്ട്രെസ്സേഴ്സിൽ വരുന്ന കാര്യമാണ് സൈക്കോളജിക്കൽ സ്ട്രെസ്സേഴ്സ്. അതിൽ ഒന്നാമത്താണ് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു കാര്യം നമ്മെ ചെയ്യാൻ നിർബന്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാര്യം നമ്മോട് ചെയ്യാൻ വേണ്ടി ഒരാൾ പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ് പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഈ പുറമെന്ന് ഒരാൾ നമ്മളിങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്ത് തീർക്കണം എന്ന് തോന്നൂലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, അതിന് നമ്മൾ പ്രഷർ എന്ന് പറയാം. അപ്പോൾ അത് പുറത്തുനിന്നാവാം ഉള്ളുന്നാവാം. പുറത്തുനിന്ന് ഉദാഹരണം എന്താണ്, ഇപ്പോ പുറമേ നിന്ന് ഒരാൾ, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന ബുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മൊത്തം വായിക്കണം, പഠിക്കണം. ആ ബുക്ക് ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കണം, നാളേക്ക് നിങ്ങളത് പഠിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സ്ട്രെസ്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അതിലെ ബോസ് എന്ന് പറയുകയാണെ, ഈ നാളേക്ക് എന്ത് ചെയ്യണം, എല്ലാ വർക്കും ഈ മന്തിലുള്ള അതേപോലെ അടുത്ത മന്തിലും തീർക്കേണ്ട മുഴുവൻ വർക്കും നീ എന്ത് ചെയ്യണം, നാളെ രാവിലെ ഒരു 10 o'clock ചെയ്ത് തീർക്കണം എന്ന് പറയാം. അപ്പൊ ഇതെന്താണ്, പുറമേ ഉള്ള ഒരു പ്രഷറാണ്. ഇനി അതേപോലെ ഉള്ളൊന്നും എന്താവാ, ഇന്റേണൽ പ്രഷേഴ്സ് ഉണ്ടാവാ. ഉദാഹരണം എന്താണ്, ഒരാൾ എന്ത് ചെയ്യാണ്, ഹൈ ഗോൾസ് എന്ത് ചെയ്യാണ്, ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ഒരാൾ എന്ത് ചെയ്യാണ്, അങ്ങനെയുള്ള ഒരു ഗോള്, ഉദാഹരണം ഒരാള് ഒരു ഉദാഹരണം ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു ഗോള്, ആരെങ്കിലും ഒരു ഉദാഹരണം പറയോ? ഉദാഹരണം അങ്ങനെ എല്ലാ അഭിപ്രായം ഉണ്ടോ? അതുകൊണ്ടാണോ പറയാത്തത്? എല്ലാം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണോ? ആരുമില്ലേ? അല്ല അങ്ങനെയല്ല, പക്ഷെ ഉദാഹരണം ഇല്ല. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരാൾക്ക് എന്താണ്, ഫിസിക്കലായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ അയാൾക്ക് കാലിന് വയ്യ, അതുപോലെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇയാൾക്ക് എന്താ, ഇയാൾക്ക് വേണ്ട സ്കിൽസ് ഒന്നുമില്ല, മാത്രമല്ല ഇയാൾക്ക് പഠിക്കാനുള്ള എബിലിറ്റി ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, എനിക്ക് ഒരു ഡോക്ടർ ആവണം, അങ്ങനെയുള്ള അയാൾക്ക് ഒരിക്കലും കൊഗ്നിറ്റീവായിട്ട് തന്നെ അയാൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, വലിയ വലിയ ഗോൾസ് സെറ്റ് ചെയ്യാണ്, എനിക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ IAS ആവണം, അങ്ങനെ വലിയ വലിയ ഗോള് സെറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് ഉള്ളിലുണ്ടാവുന്ന ഒരു കാര്യമല്ലേ, ഈ വലിയ വലിയ ഗോള് ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗോള് സെറ്റ് ചെയ്യുക. അപ്പൊ അതൊരു ഇന്റേണൽ ടൈപ്പ് ഓഫ് പ്രഷറാണ്. അപ്പൊ അതിനാണ് നമ്മൾ എന്താ പറയാ, ഇന്റേണൽ പ്രഷർ എന്ന് പറയാ. അപ്പൊ ഈ പ്രഷർ എന്തുണ്ടാവാ, പുറമേന്നും പ്രഷർ ഉണ്ടാവാ, ഉള്ളിന്നും പ്രഷർ ഉണ്ടാവാ. ഓക്കെ, രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ സ്ട്രെസ്സറാണ് അൺകൺട്രോളബിലിറ്റി എന്നുള്ളത്. ഒരു സിറ്റുവേഷൻ വന്നു, ആ സമയത്ത് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സർ വന്നു. അപ്പൊ ആ സ്ട്രെസ്സർ വരുന്ന സമയത്ത് അയാൾക്ക് അതിനോട് എങ്ങനെയൊക്കെ
കോപ്പ് ചെയ്യാൻ പറ്റും, അതിനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റോ ഇല്ലേ എന്നുള്ള ഒരാളുടെ ഒരു സെൻസ്, അതിനാണ് അതെന്ത് ചെയ്യുക, അയാളുടെ സ്ട്രെസ്സിനെ തീരുമാനിക്കുന്നതിൽ വലിയ സ്വാധീനമുണ്ട് അല്ലേ. അപ്പോ ഇപ്പൊ ഉദാഹരണം എന്താണ്, ഒരു എക്സാം വന്നു, എക്സാം വരുന്ന സമയത്ത് എന്താണ്, ഈ എക്സാമിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യും, ഇതിനെ കൺട്രോൾ ചെയ്ത് എനിക്കിതിനെ ഈ എക്സാമിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ഒരാൾ വിശ്വസിച്ചു. ഞാൻ അതേപോലെ വേറൊരാൾ പറഞ്ഞു എനിക്ക് ഒരിക്കലും നടക്കൂല, ഇത് കുറേ പഠിക്കാണ്ട് എനിക്ക് തീരെ കഴിയില്ല, എന്ത് ചെയ്യാണ്, എനിക്ക് ഇതിൽ ഒരുപാട് ടോപ്പിക്സ് പഠിക്കാണ്ട് എനിക്ക് തീരെ കഴിയില്ലാന്ന് ഒരാൾ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് രണ്ടാൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സിൽ വ്യത്യാസം ഉണ്ടാവൂലേ? ഉണ്ടാവും. അതെ. അപ്പോൾ ഒരു സ്ട്രെസ്സറിനെ എങ്ങനെയാണോ ഒരാൾക്ക് അതിനോട് എങ്ങനെ ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റോ ഇല്ലേ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് അയാൾക്ക് സ്ട്രെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ അവിടെ അൺകൺട്രോളബിലിറ്റി ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ്സറാണ്. ഈ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ സ്ട്രെസ്സറാണ് ഫ്രസ്ട്രേഷൻ എന്നുള്ളത്. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്, ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് പറയില്ലേ, അതായത് നമ്മൾ ഒരു സംഭവം നടക്കാം. അതായത് നമുക്ക് വേണ്ട നീഡ്സ് അല്ലെങ്കിൽ ഗോൾസ് ഇതിനൊക്കെ തടയുന്ന കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാണ്. എനിക്ക് എന്താണ്, ഇപ്പൊ നൈറ്റ് ടൈം അല്ലേ, പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം, പക്ഷെ എന്താണ് പുറത്ത് ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഒരു പുറത്ത് പോകാൻ പറ്റാത്ത ഒരു റെസ്ട്രിക്ഷൻസ് ഇവിടുത്തെ പോലീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ വരൂലേ. അപ്പോൾ നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് ഇതിനൊക്കെ തടയുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഫീലിങ്ങിനെയാണ് നമ്മൾ ഫ്രസ്ട്രേഷൻ എന്ന് പറയാം. ഈ ഫ്രസ്ട്രേഷൻ എന്താവാ, പുറമേ നിന്നാവാം ഉള്ളിൽ ഇപ്പോ പുറമേ നിന്ന് പറഞ്ഞതാണ്, ഇപ്പോ ട്രാഫിക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉദാഹരണത്തില് പുറമേയുള്ള പോലീസ് കൺട്രോള്, അതേപോലെ പുറമെ ആകെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതെന്താണ്, ഒരു എക്സ്റ്റേണൽ ഫ്രസ്ട്രേഷൻ ആണ്. ഇനി അതേപോലെ ഇന്റേണൽ ഫ്രസ്ട്രേഷൻ. നല്ല ബ്രേക്ക് ആണ്. വോയിസ് ബ്രേക്ക് ആവുണ്ടോ? ഇല്ലല്ലോ. ഒരാൾക്ക് മാത്രമാണോ? ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ആവും കേട്ടോ. പറഞ്ഞ ആൾ ആരാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്ന് ലെഫ്റ്റ് ആയി ജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോ ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? ഹനീന പറഞ്ഞു ഓക്കെയാണ്, ബാക്കി എല്ലാവരും ഓക്കെയാണ്. ഓക്കെ. അപ്പോ നമ്മളെന്താ പറഞ്ഞത്, എക്സ്റ്റേണൽ ആയിട്ടും എന്തുണ്ടാവുക, ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക, അതേപോലെ ഇന്റേണൽ ആയിട്ടും എന്തുണ്ടാവുക, ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക. ഉദാഹരണം എന്താണ്, എനിക്ക് എന്ത് ചെയ്യാം, ഇപ്പം പേഴ്സണൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് സ്കിൽസ്. എനിക്ക് ഇപ്പോൾ ഉദാഹരണം എന്താണ്, ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി നോക്കുകയാണ്. ആ സമയത്ത് എനിക്ക് എന്തില്ല, ഈ കമ്പ്യൂട്ടറും ആയിട്ടുള്ള ഒരു പരിജ്ഞാനം വളരെ കുറവാണ്. എനിക്ക് MS Excel അറിയില്ല, MS ഓഫീസുമായി ബന്ധപ്പെട്ട ഒന്നും അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതൊരു ഇന്റേണൽ ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻ ആണ് അല്ലേ. അപ്പോ നമുക്ക് ഉണ്ടാകുന്ന പേഴ്സണൽ ലിമിറ്റേഷൻ അതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഉദാഹരണം അവിടെ എനിക്ക് വേണ്ട സ്കിൽസ് ഇല്ല, അങ്ങനെ ആ സമയത്ത് ഉണ്ടാകുന്ന അങ്ങനെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലാക്ക് ഓഫ് സ്കിൽ എന്നുള്ളതാണ്, എനിക്ക് സ്കില്ലിലായിരിക്കുക, ഇതൊക്കെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് കാരണത്താൽ എന്താവാ, ഫ്രസ്ട്രേഷൻ ഉണ്ടാകാന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ്സറാണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു പേഴ്സണ് ഒരുപാട് ചോയ്സ് ഉണ്ട്, 2 or more ചോയ്സസ്. അതിന്റെ ഇടയിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ചെറുത് അറിയും, ഇപ്പൊ PG പഠിക്കാനൊക്കെ പോകുന്നവർക്ക് എന്ത് ചെയ്യും, ഒരുപാട്. ഒരു മിനിറ്റ്. ഹലോ. അപ്പോ ഒരാൾ PGക്ക് എന്താണ് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ PGക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ മുമ്പിൽ എന്തുണ്ട്, ഒരുപാട് കോളേജസ് ഉണ്ട്, ഒരുപാട് ഹയർ ഫാക്കൽറ്റീസ് ഉള്ള, നല്ല എക്സ്പോസർ ഉള്ള ഒരുപാട് കോളേജസ് ഉണ്ട്. അപ്പൊ ഇതിലേക്ക് എവിടെ കയറണം എന്ന് ഒരാൾക്കെന്തില്ല, ഒരു നിശ്ചയം കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് ഓപ്ഷൻസിന് ഇടയിൽ ഉണ്ടാകുന്ന അതില് ഒരു ഡിസിഷൻ വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്.
ഈ കോൺഫ്ലിക്റ്റ് പലതരത്തിലുണ്ട്. അതിൽ 4 ടൈപ്സ് ആണ് നമ്മുടെ ബുക്കിൽ പറയുന്നത്. ഒന്ന് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിസൈറബിൾ ആയിട്ടുള്ള ഗോൾസ്. വളരെ ബേസിക് ആയിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് എന്താണ് മന്തി ഇഷ്ടമാണ്, അതേപോലെ ബിരിയാണി ഇഷ്ടമാണ്. രണ്ടും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് ഇതിലിപ്പോൾ ഏത് കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഒരു കോൺഫ്ലിക്റ്റ്. എനിക്ക് ഇതിൽ ഇപ്പൊ ഏത് കഴിക്കണം എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, കേൾക്കുന്നില്ലെങ്കിൽ പറയണേ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ 2 ജോബ്, ഉദാഹരണം ഒരാൾക്ക് നല്ല സ്കിൽസ് ഉണ്ട്, അപ്പോൾ 2 ജോബ് അയാൾക്ക് ഓഫർ ആയിട്ട് വന്നു. അപ്പോൾ ഈ 2 ജോബിന് ഇടയിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് അയാൾക്ക് ഒരു ഉറപ്പില്ല, ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇതിനാണ് നമ്മൾ എന്താ പറയുക അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് എന്ത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഈ വേർഡ് തന്നെ അതുണ്ട് കേട്ടോ. നിങ്ങൾ അപ്രോച്ച് അറിയുമ്പോൾ എന്ത് ചെയ്താ ഒരു പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ അവിടെ മനസ്സിലാക്കുക. അപ്പോൾ അപ്രോച്ച് എന്ന് പറയുമ്പോൾ രണ്ടും പോസിറ്റീവ് ആണ്. 2 പോസിറ്റീവായ കാര്യങ്ങൾക്ക് ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇനി അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ രണ്ടും നെഗറ്റീവ് ആണ്. നമ്മള് ചെകുത്താന്റെയും കടലിലൊക്കെ ഇടയിൽപ്പെട്ട ഒരു അവസ്ഥ പറയല്ലേ. അപ്പൊ രണ്ടും നമ്മൾ പറ്റൂല. അപ്പൊ നമുക്ക് ഇപ്പൊ ഉദാഹരണം ചെയ്യാണ്. എനിക്കിപ്പോ ഉദാഹരണമായിട്ട് എന്റെ മുമ്പിൽ ഒരാൾ കന്നി, അതേപോലെ ഒരു വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഉദാഹരണം എന്താ പറയാ കന്യോ അല്ലെങ്കിൽ വേറെ ഇതിലൊക്കെ ഒരു ഭക്ഷണം, ഒരു റൊട്ടി കൊണ്ടുവന്നു. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്യാണ് ഈ രണ്ടിനിടയിൽ ഇതിപ്പോ ഏതെടുക്കും, രണ്ടും എനിക്ക് ഇഷ്ടമില്ല. അതിലിപ്പോ ഏതെടുക്കണം എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെയാണ് കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ എന്താ പറയാ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. രണ്ടും നെഗറ്റീവ് ആണ് അല്ലെ. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഗോളേ ഉള്ളൂ, ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഉദാഹരണം ഒരു ജോബാണ്. അപ്പോൾ ആ ജോബിന് എന്തുണ്ട്, അതിന് പോസിറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്, അതേപോലെ നെഗറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്തു അമേരിക്കയിൽ ജോലി കിട്ടി, ഭയങ്കര ദൂരമുള്ള സ്ഥലത്ത്. ഉദാഹരണം നമ്മൾ അമേരിക്ക നോക്കാം. അപ്പൊ അമേരിക്കയിൽ എനിക്കൊരു ജോലി കിട്ടി. അപ്പോൾ എന്താണ് ആ ജോലിക്ക് ഒരുപാട് സാലറി ഉണ്ട്, പിന്നെ ഒരുപാട് നല്ല കണ്ടീഷൻ ആണ്, നല്ല എൻവിറോൺമെന്റ് ആണ്, നല്ല എക്സ്പോസർ ഫുഡ് എല്ലാം ഉണ്ടാകുന്ന ഒരു കമ്പനിക്കാണ് എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട് ഈ ജോലി. പക്ഷെ അതിനോടൊപ്പം തന്നെ കുറെ നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. എന്താണ് നെഗറ്റീവ് ആസ്പെക്ട്സ്? ഒന്ന് വീട്ടിൽ നിന്ന് എനിക്ക് വിട്ടേക്കണം അല്ലെ, അമേരിക്കയിൽ പോകണം, വിസ എടുക്കണം, അങ്ങനെ വീട്ടിൽ നിന്ന് എനിക്ക് ദൂരെ പോകണം. അപ്പൊ ഇതിന് പോസിറ്റീവ് ഒറ്റ ഗോളേ ഉള്ളൂ, ജോലി അമേരിക്കയിലെ ജോലിയാണ്. അവിടെ എന്തുണ്ട്, അതിന് പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്, നല്ല സാലറി ഉണ്ട്, അതേപോലെ നല്ല ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്, അക്കോമഡേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ വീട്ടിൽ നിൽക്കണം, അങ്ങനെ വിസ എടുക്കണം, പാസ്പോർട്ട് എടുക്കണം, അങ്ങനെ പാസ്പോർട്ട് ഇല്ലാത്തവരാണെങ്കിൽ പാസ്പോർട്ട് എടുക്കണം, അങ്ങനെ കുറെ നെഗറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അതിനാണ് നമ്മൾ എന്താ പറയാ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. നമ്മൾ ഈ വേർഡ് തന്നെ മനസ്സിലാക്കാട്ടോ. അപ്രോച്ച് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അവോയ്ഡൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇനി അടുത്ത ലാസ്റ്റ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇപ്പൊ ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുറെ ഓപ്ഷൻസ് ഉണ്ട്, കുറെ സ്ഥലത്ത് ജോലി ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഓരോ പ്രശ്നങ്ങളുണ്ട്, എല്ലാത്തിനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഉദാഹരണം എനിക്ക് അമേരിക്കയിൽ ജോലി കിട്ടിയിട്ടുണ്ട്, അതേപോലെ അടുത്തന്നെ വീടിനടുത്ത് ഇവിടെ മലപ്പുറത്തൊരു ജോബ് ഉണ്ട്, അതേപോലെ ചൈനയിൽ എനിക്കൊരു ജോബ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാത്തിനും ഓരോ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ മലപ്പുറത്താണെങ്കിൽ എനിക്ക് പോകാൻ സിമ്പിൾ ആണ്, ഈസിലി ആക്സസിബിൾ ആണ്, പെട്ടെന്ന് എത്താൻ പറ്റും. പെട്ടെന്ന് ഒരു മീറ്റിംഗ് വെച്ചാൽ അവിടേക്ക് പെട്ടെന്ന് തന്നെ ചെന്നെത്താൻ പറ്റും. പക്ഷെ ചൈനയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ എല്ലാത്തിനും ഓരോ പോസിറ്റീവ്. പിന്നെ പക്ഷെ ഇവിടെ മലപ്പുറത്താണെങ്കിൽ അവിടെ സാലറി കുറവാണ്, പിന്നെ അതായത് നല്ലൊരു എൻവിറോൺമെന്റ് അല്ല ഉള്ളത്. പക്ഷെ ചൈനയിൽ നോക്കുമ്പോൾ അവിടെ നല്ല എൻവിറോൺമെന്റ് ആണ്, പക്ഷെ സാലറി കുറവാണ്.
അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക നോക്കുകയാണെങ്കിൽ അവിടെ സാലറി കുറേ ഉണ്ട്, പക്ഷെ കുറേ ദൂരമുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഓരോ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കുറെ രണ്ടോ അതല്ലെങ്കിൽ അതിന്റെ കൂടുതൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ എവിടെ ഒരു ഡിസിഷൻ എടുക്കണം എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അതിനാണ് നമ്മൾ ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. സമയം ഇവിടെ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഉള്ളത് ലാസ്റ്റ് പ്രസന്റേഷൻ സ്ലൈഡ് ആണ്. അപ്പൊ ഇതിൽ സോഷ്യൽ ഫാക്ടേഴ്സ്, ഈ സോഷ്യൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സസ്, അപ്പൊ അതില് ഒന്ന് പോവർട്ടിയാണ്. നമുക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്നില്ല, വേണ്ട വീട് ഷെൽട്ടർ കിട്ടുന്നില്ല, ക്ലോത്തിങ് വേണ്ട ഡ്രസ്സ് ധരിക്കാനുള്ള സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെ ഉണ്ട് പോവർട്ടി എന്നുള്ളതാണ് എന്താണ് ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ ഫാക്ടർ ആണ്. 10 മിനിറ്റ് ഫോണിൽ ചാർജ്. ഓക്കെ, അപ്പോ പോവർട്ടി എന്താണ് സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്, സോഷ്യൽ ഫാക്ടർ ആണ്. രണ്ടാമത്തെ ജോബ് സ്ട്രെസ്. ജോബ് തന്നെ കുറെ പ്രശ്നങ്ങൾ, നല്ല ഹെവി വർക്ക് ലോഡ് ഉണ്ട്. അതേപോലെ എനിക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, ഒരു എംപ്ലോയിക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, ഫുള്ള് ബോസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ലോങ് വർക്ക് അവേഴ്സ് ആണ്, ഒരുപാട് സമയം വർക്ക് ചെയ്യണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്കാണ്, ഫുള്ള് വർക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് എന്താണ് ജോബ് സ്ട്രെസ് ആണ്. ഒരു സോഷ്യൽ ഫാക്ടർ കാരണം ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സറാണ് ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. പേഴ്സണാലിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് 2 ടൈപ്പാണ് വരുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? പേഴ്സണാലിറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ, മുമ്പ് പഠിച്ചിട്ടില്ലേ? പേഴ്സണാലിറ്റി പഠിച്ചിട്ടുണ്ട്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മൊത്തം ക്വാളിറ്റി, അതിനെ നമ്മൾ പേഴ്സണാലിറ്റി നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഈ പേഴ്സണാലിറ്റി കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ടൈപ്സ് ഉള്ളത്. ഒന്ന് ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ, രണ്ടാമത്തെ ടൈപ്പ് ബി ബിഹേവിയർ പാറ്റേൺ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കണം, അതിന്റെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ, ഏതെങ്കിലും ഒന്ന് പഠിക്കാം. അപ്പോൾ ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീവ്നെസ് ആയിരിക്കും. അതായത് അതേപോലെ ഫ്രീക്വന്റ് ഹോസ്റ്റിലിറ്റി, ഭയങ്കരമായിട്ടൊരു ശത്രുത ഉണ്ടാവും, തുടർച്ചയായിട്ട് ശത്രുത ഫീലിംഗ് ഉണ്ടാവും. അതേപോലെ തീരെ ടൈമില്ല, ഭയങ്കര ടൈം എമർജൻസി, ഇപ്പൊ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യണം, ഇത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യണം, അങ്ങനെ ഭയങ്കര ഒന്നിനും ടൈമില്ല, ഫുള്ള് ഓരോ ഇതിലായിട്ട് എൻഗേജ് ചെയ്യുക. അതേപോലെ ഹൈ ആംബിഷ്യസ്, നല്ല എന്തുണ്ട് ആംബിഷൻ ഉണ്ട്, കുറെ കാര്യങ്ങൾക്ക് എത്തണം, കുറെ ഗോൾ സെറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതാണ് ടൈപ്പ് എ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് എന്തായിരിക്കും, ഇയാള് സ്ട്രെസ്സേഴ്സിനെ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുക? ഇയാൾക്ക് കുറെ സ്ട്രെസ്, അത് ഇയാൾ ഭയങ്കര കോമ്പറ്റീവ്നെസ് ആണ്, എപ്പോഴും ആളുകളായിട്ട് ഇങ്ങനെ മത്സരിക്കുകയാണ്. ഇപ്പോൾ എക്സാമിനാണെന്നുണ്ടെങ്കിലും ജീവിതത്തിലെ പല കാര്യത്തിലാണ്. ഇപ്പോൾ ഒരാൾ അപ്പുറത്ത് നിന്നാണ് ഒരു വീടുണ്ടാക്കി, അപ്പൊ ഇയാളെ വീട് എന്താണ് കുറച്ച് ചെറുതാണ്, അപ്പൊ ആ സമയത്ത് അയാൾക്ക് എന്താണ് കോമ്പറ്റീവ്നെസ് കൂടി, അപ്പൊ ഇയാൾ അതിലും വലുതുണ്ടാക്കാൻ നോക്കാണ്. ഇനി അതേപോലെ അത് മാത്രമല്ല ഇയാൾക്ക് ഭയങ്കര ശത്രുതാ മനോഭാവമാണ്. അതേപോലെ ഇയാൾക്ക് ഭയങ്കര എല്ലാം കുറെ കാര്യങ്ങൾ ചെയ്യണം, ടൈം തീരില്ലാത്ത ഒരാളാണ്. അപ്പൊ ഇയാൾക്ക് സ്ട്രെസ് വന്ന ഇയാൾ എന്താ ചെയ്യുക? അതിനോട് എങ്ങനെ ഇയാൾ പെരുമാറുക? ദേഷ്യത്തിലായിരിക്കും പെരുമാറുക. അതെ, അതായത് അയാളുടെ സ്ട്രെസ്സേഴ്സിനോട് ഭയങ്കര ഇന്റൻസീവ് ആയിട്ടായിരിക്കും അയാൾ പെരുമാറുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടൈപ്പ് ബി. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലൊന്നും പഠിച്ചാൽ മതി. ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ അവിടെ മോർ റിലാക്സ്ഡ്, ആൾക്ക് അത്ര കോമ്പറ്റീവ്നെസ് ഒന്നും ഇല്ല. അതേപോലെ പേഷ്യന്റ്, ആള് ഭയങ്കര പേഷ്യന്റ് ആണ്. അതേപോലെ ഈസി ഗോയിങ്, കാര്യങ്ങളൊക്കെ അങ്ങനെ ഈസി ആയിട്ട് എല്ലാം അങ്ങനെ പോകുന്നുള്ള ഒരു മൈൻഡ് ഉള്ള ഒരാളാണ്. ഒരു എന്താ നമ്മളതിന് പറയാ, നല്ല വൈബിൾ ഒരാൾ എന്നൊക്കെ പറയും അല്ലേ. അതേപോലെ ലോവർ ലെവൽ ഓഫ് കോമ്പറ്റീവ്നെസ്, അങ്ങനെ കോമ്പറ്റീവ്നെസ് ഒന്നും ഇല്ലാത്തൊരു എല്ലാം ഇങ്ങനെ എന്ത് ചെയ്യാം, ഒരു ശത്രുത മനോഭാവമോ അല്ലെങ്കിൽ കുറെ വെട്ടിപ്പിടിക്കുന്നോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതേപോലെ ടൈം എമർജൻസി, അയാൾക്ക് ഇങ്ങനെ ടൈം തീരെ ഇല്ലാത്ത ഒരാളൊന്നുമല്ല, എല്ലാത്തിനും അയാൾക്ക് സമയമുണ്ട്, വേണ്ട സമയമുണ്ട്. ഇയാൾക്ക് എന്തായിരിക്കും ഇയാളെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനോട് ഇയാൾ എങ്ങനെയാണ് പെരുമാറുക? കൂളായിരിക്കും, അതെ, ലെസ് റിയാക്റ്റീവ് ആയിരിക്കും അയാള്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. അപ്പൊ ഇതാണ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിൽ വരുന്ന 2 കാര്യങ്ങൾ. ഇനി അടുത്തത് കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. കോഗ്നിഷൻ എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ആരൊരാൾ പറയോ, എന്താണ് കോഗ്നിഷൻ? നമ്മുടെ ചിന്തകളും പ്രോബ്ലം സോൾവിംഗ് ഒക്കെ. അതെ, അതായത് നമ്മുടെ
എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് എന്ന് പറയും. നമ്മുടെ ഹയർ ഓർഡർ ഫങ്ഷനിങ്, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നമ്മുടെ ഹയർ ഓർഡർ ഫങ്ഷൻ. അപ്പോൾ അത് CNS, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആണ് മെയിനായിട്ട് അത് വരിക. ബ്രെയിനിലായിരിക്കും. ബ്രെയിനിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ടെണ്ണമാണ് വരുന്നത്, ബ്രെയിനും സ്പൈനൽ കോഡും. അപ്പോൾ ഇതിൽ നമ്മുടെ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിമെമ്പർ ചെയ്യുക, തിങ്ക് ചെയ്യുക, മെമ്മറി, ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾക്കാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നമുക്ക് വേണ്ട ഭയങ്കരമായിട്ട് വേണ്ട കാര്യങ്ങൾ ഹയർ ഓർഡർ ഫങ്ഷനെയാണ് നമ്മൾ എന്താ പറയുക കോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഗ്നിഷൻ എന്നുള്ളത് കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, അതായത് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണോ തിങ്ക് ചെയ്യുന്നത്, ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണോ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതേപോലെ നമ്മളൊരു കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അപ്രൈസ് ചെയ്യുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യും സ്ട്രെസ്സിനെ നയിക്കും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരാൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഭയങ്കര കൂളായിട്ടാണ് എല്ലാത്തിനും കാണുന്നത്. ഒരാൾ ഇപ്പോൾ രണ്ട് തരത്തിൽ ചിന്തിക്കാം. ഇപ്പോൾ ഉദാഹരണം എന്ത് ചെയ്യാം, ഒരാൾ ഭയങ്കര ഷൗട്ട് ചെയ്യാണ്. ഉദാഹരണം എന്താണ്, ഇപ്പോൾ ഞാനൊരു ബസ് കയറി എന്താണ് അടുത്തുള്ള ആള് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുകയാണ്. എനിക്കാണെങ്കിൽ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്കിതിനെ രണ്ട് തരത്തിൽ ചിന്തിക്കാം. ഒന്നല്ലെങ്കിൽ എന്താണ്, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട്, എന്തോന്ന് രാവിലത്തെ കുളി കുടിച്ചിട്ടില്ല ഇയാള്, അപ്പൊ അത് അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ ഇയാള് ഭയങ്കര പ്രശ്നമാണ്, ഇയാള് എന്താ ഇയാള് തീരെ ഇയാള് എന്തോ എന്നെന്തോ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ എന്നെന്തോ ചെയ്യാൻ വേണ്ടി ഇയാൾ നിൽക്കുകയാണെന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഞാൻ കൂടുതൽ റിയാക്റ്റീവ് ആവും. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇയാള് ചിലപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വളവിലൊക്കെ ബസ് ഒന്ന് ചെരിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ അയാളെ പിടിച്ചൊന്ന് പൊട്ടിക്കും. അപ്പൊ അങ്ങനെ ഇങ്ങനെ തരത്തിലാണ് ചിന്തിക്കുക. ഞാൻ അതല്ല ഇയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ട് വെച്ചിട്ട് അങ്ങനെ ഞാനിങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാം, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അപ്പൊ ഇയാള് എന്ത് ചെയ്യാം, ഇയാൾ എന്തോ ഒരു പ്രശ്നമാണ് വെച്ചിട്ട് ഞാനത് മെയിൻ ചെയ്യുന്നേ അല്ല, ഞാൻ എന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിനെ അത്ര റിയാക്റ്റീവ് കൊടുക്കൂല, ഞാൻ കൂടുതൽ അറ്റൻഷൻ അതിന് കൊടുക്കൂല. അപ്പൊ എന്ത് ചെയ്യാം, അതൊരു സ്ട്രെസ്, ആ സ്ട്രെസ് അതൊരു സ്ട്രെസ് തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യും, എനിക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തെ ചിന്തിക്കുന്നത്, നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ എങ്ങനെയൊക്കെയാണോ ഒരു കാര്യത്തെ നിയന്ത്രിക്കുന്നത്, അതെന്താണ് സ്ട്രെസ്സിനെ, അതൊരു ടൈപ്പ് ഓഫ് സ്ട്രെസ്സറാണ്. അത് നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ സ്ട്രെസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യും. ഇനി അടുത്തത് കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ പുറമേ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക്, അതായത് നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണം ഇപ്പൊ എന്താ പറയാ, ഒരു ഉദാഹരണം പറയോ കൾച്ചറുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ ഉദാഹരണം എന്താണ്, പലതരത്തിലുള്ള ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഓരോ കൾച്ചറിനുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് കൾച്ചർ, ഈസ്റ്റേൺ ആയിട്ടുള്ള പീപ്പിൾ ഏത് കൾച്ചറാണ് ഉള്ളത്, വെസ്റ്റേൺ കൾച്ചർ ഏതാണ് അറിയോ? നമ്മൾ മുമ്പത്തെ ഫസ്റ്റ് സൈക്കോളജിന്റെ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇതില്? ആരും ഇവിടെ ഇല്ലേ? ഫർഹ, ഇല്ല, അനി ഇല്ല. ഇല്ല. ഓക്കെ. അതായത് നമ്മൾ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് അവർ ഒന്നും കൂടെ എന്താണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതായത് അവര് സ്വന്തം കാര്യം, അതായത് ഇപ്പോ ഒരു സക്സസ് ഉണ്ടായി, ഇപ്പോ 18 വയസ്സുകാർ എന്ത് ചെയ്യും, ഇപ്പോ എന്ത് ചെയ്യും, അവർക്ക് സ്വന്തമായിട്ട് റൂം അങ്ങനെയൊക്കെ ജോലി ചെയ്യും. വേറെ അവര് വേറെ സെപ്പറേറ്റ് ആയിട്ട് വീടോ കാര്യങ്ങളൊക്കെ എടുത്ത് താമസിക്കും, ജോലി നോക്കും. അതായത് എന്ത് ചെയ്യാണ്, അവര് ഒന്നുകൂടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതായത് സെൽഫിലേക്ക് ചുരുങ്ങാന്ന് പറയില്ല നമ്മള്. അതായത് ഇപ്പൊ ഉദാഹരണം, ഒരാൾ സക്സസ്, ഇപ്പൊ ഒരാൾക്ക് നല്ല ജോബ് കിട്ടി, അപ്പൊ അത് അയാളുടെ സക്സസ് ആണ്, അയാളുടെ മാത്രം സക്സസ് ആണ്. അപ്പൊ ഇതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ബിഹേവിയർ ആണ്. അപ്പോ ആ ഒരു കൾച്ചറാണ് ആരും കൊണ്ടുനടക്കുന്നത്, അമേരിക്കൻ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൾച്ചർ അതാണ്. പക്ഷെ നമ്മളെ ഈസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ചാണ്. ഇവിടെ നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു കൾച്ചർ എന്നുള്ളത് കളക്ടിവിസ്റ്റിക് കൾച്ചറാണ്. കളക്ടിവിസ്റ്റിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് അതായത് ഇപ്പൊ ഉദാഹരണം, ഒരു ക്യാൻറ്റീനിലേക്ക് പോകണം, ഇപ്പൊ ഒരാൾ മാത്രം ഒറ്റക്ക് ഭക്ഷണം കഴിക്കണം, മറ്റേ ബാക്കിയുള്ള എല്ലാവരും എന്താണ് കൂട്ടായി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നമുക്ക് എന്താ തോന്നാ, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലേ? എല്ലാവരും കൂടെ നിൽക്കണം, അങ്ങനെ ഒരു
കളക്ടിവിസ്റ്റിക് കൾച്ചറാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മളെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിലോ ആർക്കെങ്കിലൊക്കെ നല്ലൊരു ജോബ് കിട്ടിയാലോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നല്ലൊരു നല്ലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർക്ക് പ്രൊമോഷൻ കിട്ടിയാലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ നമ്മുടെ ഒരു വിജയമായിട്ട് കാണും അല്ലേ. അപ്പൊ ഈ ടീച്ചേഴ്സ് ഒക്കെ പ്രധാനമായിട്ടും എന്ത് ചെയ്യും, ഉദാഹരണം എന്താ പറയാ, ഇപ്പൊ ഇതിലുള്ള ആരെങ്കിലൊക്കെ അതായത് സ്റ്റുഡൻസിൽ ആരെങ്കിലൊക്കെ എന്ത് ചെയ്യണം, ഒരു ടീച്ചറുടെ സ്റ്റുഡന്റ് എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ടൊരു നല്ല കമ്പനിയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആവാൻ ആള്. അപ്പോൾ ഈ ടീച്ചറും ഇന്ത്യയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്കും ഭയങ്കര സന്തോഷമായിക്കൂല്ലേ. അതെ. അതെ. അപ്പൊ ഞാൻ പഠിപ്പിച്ച ഒരാള് ഇത്ര ഒരു ലെവലിൽ എത്തി എന്നുള്ളത് എന്താണ്, ആ ടീച്ചർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. സാറ് മ്യൂട്ട് ആയിട്ടുണ്ട്. ഞാൻ ഒരു കോള് വന്നു. അപ്പോ ഹലോ, ഞാന് ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്, അതായത് നമ്മൾ ഒരു ടീച്ചർ എന്താണ്, സൂര്യ പറഞ്ഞു അല്ലേ, അതായത് ആ ടീച്ചറോട് വിജയമായിട്ട് നമ്മൾ കാണാം. അതായത് ഒരാളുടെ മാത്രം സക്സസ് ആയിട്ടുള്ള അത് കാണാം. അത് നമ്മുടെ കൂടെ അല്ലെങ്കിൽ എല്ലാവരുടെയും സക്സസ് ആണ്, ഫാമിലിയുടെ സക്സസ് ആണ്, അതേപോലെ ഫ്രണ്ട്സിന്റെ സക്സസ് ആണ്, അതേപോലെ ഫാമിലി, അത് ഫാദർ മദർ ഒന്നും ഇല്ലെങ്കിൽ അവരുടെ ഗോഡിയൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ എല്ലാവരുടെയും കൂടെ എന്താണ് സക്സസ് ആയിട്ട് നമുക്ക്, അത് നമ്മൾ എന്താണ് കളക്ടിവിസ്റ്റ്, അതായത് ഒരു ഒരു സെൽഫിലേക്കല്ല നമ്മൾ ചുരുങ്ങുന്നത്, നമുക്ക് എല്ലാവരും വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. അപ്പൊ അതാണ്. അപ്പൊ ഈ കൾച്ചർ എന്താണ്, നമ്മളെ സ്ട്രെസ്സറിനെ നിയന്ത്രിക്കുന്നതിൽ ഭയങ്കര സ്വാധീനമുണ്ട്. അപ്പൊ ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ വെസ്റ്റേൺ കൺട്രിയിൽ നിന്ന് ഒരാൾ ഇവിടേക്ക് വന്നു, ഈസ്റ്റിലേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കൂട്ടാം. അപ്പൊ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ട സമയത്ത് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അയാളെ കൾച്ചറിനെതിരായ കാര്യങ്ങളാണ് ഇവിടുത്തെ സോഷ്യൽ നോംസ്. ഇപ്പൊ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര അതായത് ക്ലീനുമായി ബന്ധപ്പെട്ട് ഭയങ്കര നീറ്റാണ്, റോഡും കാര്യങ്ങളൊക്കെ നീറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ കാക്കന്മാരെന്താണ് റോഡിലാകെ ഇറപ്പാക്കി ആകെ പ്രശ്നമാക്കാണ്. അപ്പൊ ഇതൊക്കെ യാതൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ ഭയങ്കര പ്രശ്നം നിൽക്കുന്നതൊക്കെ. അതേപോലെ ലൈഫ് ചേഞ്ചിൽ വരുന്ന കുറെ മാറ്റമാണ്. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ചിലപ്പോൾ ഭയങ്കര, ഇപ്പോൾ ഒരു മൂന്നാറിലൊക്കെയാണ് ഈ സമയത്ത് ഒരാളെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി അതേപോലെ എന്തായിരിക്കും, കുറെ നോംസ് ഉണ്ടാവും അല്ലേ. നമ്മുടെ ഓരോ സൊസൈറ്റിയിലും ഒരു സൊസൈറ്റിയിൽ നോംസ് ഉണ്ടാവും. ഇപ്പോ എന്ത് ചെയ്യണം, ഉദാഹരണം ഒരു നോമായിട്ട് കൊണ്ട് പറയാം. ഉദാഹരണം ഇപ്പോൾ ഫീമെയിൽ ഇന്ന രീതിയിലാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ പുരുഷന്മാർ ഇന്ന രീതിയിലാണ് പെരുമാറേണ്ടത്. അങ്ങനെ കുറെ നോംസ്, ഈ സൊസൈറ്റിയിൽ കുറെ നോംസ് ഉണ്ടാവുമല്ലോ, കുറെ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ, അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ടാകും. പക്ഷെ ഇതൊക്കെ എന്തായാലും പക്ഷെ ഇയാളുടെ കൾച്ചർ, ഇപ്പൊ അമേരിക്കയിൽ വന്ന ഇയാളുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് ഭയങ്കര എതിരായിട്ടുള്ളതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ടാകും. അത് നമ്മൾ ആണ്. ഇനി അതിൽ നമ്മൾ പറയുന്ന ഒരു ടേം ലാസ്റ്റ് കൊടുത്തത് അക്കൾച്ചറേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് അറിയോ, കേട്ടിട്ടുണ്ടോ? അക്കൾച്ചറേഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അക്കൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കൾച്ചറായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയാ അക്കൾച്ചറേഷൻ എന്ന് പറയാം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഈസ്റ്റേൺ കൾച്ചറാണുള്ളത്. അപ്പൊ ഞാൻ ഈ ഈസ്റ്റേൺ കൾച്ചറിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഞാൻ അമേരിക്കയിൽ പോകാണ്. അപ്പോൾ അവിടുത്തെ കൾച്ചറുമായിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയാ, ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയാം. അപ്പൊ ഈ അക്കൾച്ചറേറ്റീവ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന അത് കാരണമായിട്ടുണ്ടാകുന്ന കുറെ ഡിമാൻഡ്സുകൾ. ഇപ്പൊ ഉദാഹരണം അവിടെ നിന്നുണ്ടാവുക കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടാവുക. ഇപ്പൊ ഉദാഹരണം ഇപ്പോൾ ആക്സെന്റ് പ്രശ്നം ഉണ്ടാവുക. ഉദാഹരണം ഒരു അമേരിക്കക്കാരൻ ഭയങ്കര സ്പീഡിൽ ഇംഗ്ലീഷ് പറയണം. അപ്പൊ എനിക്ക് തീരെ ആളുമായിട്ട് സംസാരിക്കാനേ കഴിയുന്നില്ല. അപ്പൊ ഉണ്ടാവും ആളുടെ കൾച്ചറുമായിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു പ്രഷറാണ്. ഇനി അതേപോലെ ഉണ്ടാവുക അൺഫെമിലിയർ സിസ്റ്റം ആണ്. ഇപ്പൊ ഉദാഹരണം എല്ലാവരും അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് തീരെ ഡിപ്പെൻഡന്റ് അല്ല. അതായത്
നമ്മുടെ കൾച്ചറിൽ നേരെ എതിരായിട്ട് ഭയങ്കരമായിട്ട് തീരെ സഹകരണമല്ല. അപ്പൊ അതെന്താ എനിക്ക് എന്താ സ്ട്രെസ് ഉണ്ടാക്കാം. അപ്പൊ ഈ കൾച്ചറൽ മാറ്റങ്ങൾ കാരണത്താൽ അത് വേറൊരു കൾച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന, അതിനോട് ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സസ്, അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനാണ് നമ്മൾ എന്ത് പറയാ, അക്കൾച്ചറേറ്റീവ് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ വരുന്നത്. ഓക്കെ, ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. മനസ്സിലായില്ല ഇതിലെടുത്ത് പറഞ്ഞതൊക്കെ? മനസ്സിലായില്ലേ? എന്തായിരുന്നു മിണ്ടാത്തത്? മനസ്സിലായി സാറേ ക്ലാസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഡൗട്ടൊന്നുമില്ല. ഇനി ടെക്സ്റ്റ് ബുക്ക് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോ ഇന്ന് ക്ലാസ് നമുക്ക് അടുത്തുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് തിരക്കിലാണുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ടൈം ഉണ്ടാക്കി എത്തുകയാണ്. ഇപ്പോൾ അതായത് ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരു പ്രസന്റേഷൻ വരുന്നുണ്ട് ബാംഗ്ലൂരിൽ അടുത്ത മന്തിൽ. പിന്നെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ട്, അപ്പൊ അതിന് ഒരു പേപ്പർ പ്രസന്റേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് എൻഗേജിങ് ആണ്. അപ്പോ സമയം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോ അടുത്ത ക്ലാസ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എനിവേ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. സാർ ഫ്രീ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോ എനിവേ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാല്ലേ? കുറെ സമയമായി, കുറെ ആൾക്കാർ പോയി. വൈൻഡപ്പ് ചെയ്യല എന്നാ? ശരി കേട്ടോ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.